ബഹുമാനപ്പെട്ട അധ്യക്ഷൻ, പ്രിയപ്പെട്ട ശങ്കരേട്ടൻ, നൗഷാദ് ഖാൻ, കിരൺജി, എല്ലാ എൻ്റെ പ്രിയപ്പെട്ട വേദിയിലും സദസ്സിലും ഇരിക്കുന്ന ലേഖിൻ്റെ സഹോദരി സഹോദരന്മാരെ, സത്യം പറഞ്ഞാൽ ഇന്ന് പല ആദരവ് ഏറ്റുവാങ്ങിയിട്ടുണ്ടെങ്കിൽ കൂടി എൻ്റെ കുടുംബത്തിൽ നിന്നുള്ളൊരു ആദരവ് ഏറ്റുവാങ്ങിയ സന്തോഷമുണ്ട്. ഒപ്പം ഒരു അംഗീകാരം കൂടി ഇവിടുന്ന് കിട്ടി. എൻ്റെ എല്ലാ വളർച്ചയുടെ പിന്നിൽ എനിക്ക് യാതൊരുവിധ റെസ്ട്രിക്ഷനും ഇല്ലാതെ ഫുൾ ഫ്രീഡത്തിൽ തന്നെ എൻ്റെ എവിടേക്ക് വേണമെങ്കിലും പോവാം, എൻ്റെ തീരുമാനങ്ങൾ എടുക്കാം, എന്ത് തീരുമാനം എടുക്കാം, ഏത് രാത്രി വേണമെങ്കിലും സഞ്ചരിക്കാം. എന്നെ എല്ലാ തരത്തിലും സപ്പോർട്ട് ചെയ്യുന്ന എൻ്റെ പ്രിയപ്പെട്ട ജയേട്ടനെ കൂടി ഈ വേദിയിൽ ആദരിച്ചതിൽ വളരെ സന്തോഷം. കുറച്ച് വൈകാരികമായി, കാരണം വളരെ സന്തോഷമുണ്ട്. ഇപ്പോൾ ഒന്നിവിടെ സംഘടന കുറച്ച് സ്ട്രിക്റ്റ് ആണ്, ഇനി മുതൽ കുറച്ചും കൂടി സ്ട്രിക്റ്റ് ആണ് എന്നൊക്കെ പറഞ്ഞ് ഇവിടെ കാര്യങ്ങൾ പറഞ്ഞു തുടങ്ങി. തീർച്ചയായും നമ്മൾ എന്നിത് ചെയ്യാമായിരുന്നു എന്നാണ് എൻ്റെ ഒരു ചോദ്യം. കാരണം ഞാൻ ഒരു വീട്ടമ്മയായി ഇരുന്ന സമയത്താണ് പാർട്ടി പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് പുറത്തേക്ക് ഇറങ്ങിയത്. അന്ന് എനിക്ക് പാർട്ടി പ്രവർത്തനം ചെയ്യാമെന്നുണ്ടെങ്കിൽ എൻ്റെ പാർട്ടിയിൽ ഞാൻ ലെവി കൊടുക്കണം. ആദ്യം പാർട്ടി മെമ്പറായ ഞങ്ങളുടെ പാർട്ടിയിൽ അങ്ങനെയാണ്, 2-3 വർഷം പ്രവർത്തിച്ചാലേ എനിക്ക് മെമ്പർഷിപ്പ് കിട്ടുള്ളൂ. ആദ്യം 2 രൂപ അടച്ച് മെമ്പർഷിപ്പിലേക്ക് വന്ന ഞാൻ ഏകദേശം ഒരു 7 വർഷം 40 രൂപ മാസം ലെവി അടച്ചിട്ടാണ് മെമ്പർഷിപ്പിൽ നിന്നത്. ഞാൻ എല്ലാ വർഷവും ഇപ്പോൾ 40 രൂപ എനിക്ക് വരുമാനം ഇല്ലാത്ത സമയത്ത് എൻ്റെ ഭർത്താവ് തന്നിട്ടാണ് ഞാൻ 40 രൂപ ലെവി അടച്ചിരുന്നത്. ഇപ്പോൾ ഞാൻ 2200 രൂപ വർഷത്തിൽ പാർട്ടിയിൽ ലെവി അടച്ചിട്ടാണ് പാർട്ടി ഏരിയ കമ്മിറ്റി അംഗമായിട്ട് പോണത്. അപ്പോൾ സ്വന്തം വരുമാനത്തിൽ നിന്ന്. ഒപ്പം ഇപ്പോൾ നഗരസഭ വൈസ് ചെയർമാൻ ആയപ്പോൾ മുതൽ 500 രൂപ മാസം പാർട്ടിക്ക് അങ്ങോട്ട് കൊടുക്കണം. കിട്ടുന്ന വരുമാനത്തിൽ നിന്ന് 500 രൂപ അങ്ങോട്ട് കൊടുക്കണം. പോരാത്തതിന് ഞാൻ ഡീസൽ അടിക്കണം, പെട്രോൾ അടിക്കണം ഫുൾ ടൈം. എന്തുകൊണ്ട് നമ്മുടെ ബേക്ക് എല്ലാവരും മുതലാളിമാരായതുകൊണ്ടായിരിക്കാം ഇതുവരെ അത്ര സ്ട്രിക്റ്റ് ആയിട്ട് മെമ്പർഷിപ്പ് പിരിക്കാതിരുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. കാരണം അവർക്കൊക്കെ പൈസ ചിലവാക്കാനുണ്ട്. ഞങ്ങൾ വരിക, ഭക്ഷണം കഴിക്കാൻ പോവുക. ഇത് എന്നെടുക്കേണ്ട തീരുമാനമായിരുന്നു. നമ്മൾ കൊടുക്കുമ്പോഴേ നമ്മൾ കൊടുത്തതിനുള്ള മൂല്യങ്ങൾ, അതായത് ഞാൻ കൊടുക്കുമ്പോൾ ഞാൻ ഈ ലെവി കൊടുത്തത് കൃത്യമായിട്ട് എന്ത് ചെയ്തു എന്നുള്ളത് നമ്മൾ ചോദിക്കും. അതേപോലെ തന്നെ നിങ്ങളോട് ചോദ്യം ചോദിക്കാത്തത് ഞങ്ങളൊന്നും തരാത്തതുകൊണ്ടാണ്. മനസ്സിലായോ? നിങ്ങളോട് ഞങ്ങളൊന്നും തരുന്നില്ല, നിങ്ങൾ എന്ത് ചെയ്തു എന്നുള്ളത് ഞങ്ങൾ ചോദിക്കുന്നില്ല. ഞങ്ങൾക്കൊരു റിസ്കില്ലല്ലോ. ഇനി തീർച്ചയായും ചോദ്യം വരും. 1000 രൂപ കൊല്ലത്തിൽ ഞങ്ങൾ തരുമ്പോൾ തീർച്ചയായും ചോദ്യം വരും. അപ്പൊ ആ ചോദ്യം ചോദിക്കല് നിങ്ങളോടല്ല, ഞങ്ങൾ തരുന്ന പൈസ എന്ത് ചെയ്യും. ഇപ്പൊ കുടുംബത്തിലാണെങ്കിൽ നമ്മൾ കുട്ടികൾക്ക് കൊടുക്കണമെങ്കിൽ ആർക്ക് കൊടുക്കണം, എന്ത് നിങ്ങൾ ആ പൈസ ചെയ്തു എന്നുള്ളൊരു ചോദ്യം വരുമ്പോൾ ഈ സംഘടനാ പ്രവർത്തനം അല്ലെങ്കിൽ സംഘടനയിൽ നമ്മൾ നിൽക്കുമ്പോൾ നമുക്കൊരു ഉത്തരവാദിത്തം വരും. അല്ലാതെ വെറുതെ നമ്മൾ നിൽക്കുമ്പോൾ നമുക്കത് ഉത്തരവാദിത്തം വരില്ല. ഈ തീരുമാനങ്ങൾ എത്രയോ മുന്നേ എടുക്കേണ്ട ഒരു തീരുമാനമാണ്. ഇതിനോട് പൂർണ്ണമായി യോജിക്കുകയാണ് എന്ന് പറയുന്നു. ആ കൊല്ലം ഒരു 15,000 രൂപയുടെ ലാഭമുണ്ട്. 6-7 സ്റ്റേറ്റ് കമ്മിറ്റി ഉണ്ടെങ്കിൽ ഒരു 15,000 രൂപ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഇവിടെ വന്നു പോകാൻ ചെലവുണ്ടാവും. ഒരുപക്ഷെ എറണാകുളം ജില്ലയിലുള്ള ആളുകൾക്ക് അത്ര ഇല്ലെങ്കിലും കാസർഗോഡ് നിന്ന് ഒരാൾ ഇവിടെ വന്നു പോകണമെങ്കിൽ എങ്ങനെ പോയാലും 1,500 രൂപ. ഈ രീതിയിൽ സംഘടന മുമ്പോട്ട് പോകണം. ഇത് വേണ്ട എന്നാണ് ഞങ്ങളുടെ ചിന്ത. ഈ രീതിയിൽ സംഘടന മുമ്പോട്ട് പോയിട്ട് കാര്യമില്ല. 2, അത്യാവശ്യം ജില്ലാ കമ്മിറ്റികളെടുത്ത് അല്പം ഫണ്ടൊക്കെ ഉണ്ടെന്ന് ഞങ്ങൾക്കറിയാം. എല്ലാ കമ്മിറ്റികളിലും ഭൂരിപക്ഷം കമ്മിറ്റികളെടുത്ത് അല്പം ഫണ്ടുണ്ട്. കടത്തിലുള്ള ജില്ലാ കമ്മിറ്റി ഉണ്ട്. ജില്ലാ കമ്മിറ്റിക്കും ഫണ്ട് വേണം. അതിൻ്റെ താഴോട്ട് നമ്മൾ ചിന്തിക്കുന്നില്ല. ഞങ്ങളും നിങ്ങളും ജില്ലാ കമ്മിറ്റിക്കും ഫണ്ട് വേണം, സംസ്ഥാന കമ്മിറ്റിക്കും ഫണ്ട് വേണം. അതിനു വേണ്ടിയാണ് കേരളത്തിൽ പ്രത്യേകിച്ചും എല്ലാവരും പേയ്മെന്റിന്റെ കാര്യത്തിൽ UPI മാറി. എന്നുവെച്ചാൽ ഗൂഗിൾ പേയും പേടിഎം ഒക്കെ വെച്ചിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സൈക്കിളിൽ മീൻ ആൾക്കാരുടെ പുറകിൽ വരെ QR കോഡുകൾ വന്നു തുടങ്ങിയപ്പോൾ. QR കോഡ് ഇല്ലാത്തവർ വളരെ വിരളമാണ്. അപ്പൊ ആ ഒരു
മാറ്റം വന്ന സ്ഥിതിക്ക് നമുക്ക് എന്തുകൊണ്ട് മെമ്പർഷിപ്പ് ക്യാമ്പയിനൊക്കെ അത് ഉപയോഗിച്ചുകൂടാന്നുള്ളൊരു ചിന്തയിലേക്കാണ് ഇത് വന്നത്. അപ്പോൾ വളരെ സിമ്പിൾ ആയിട്ട് നമ്മളൊരു ലിങ്കാണിത്, നമ്മുടെ വെബ്സൈറ്റ് ഉണ്ട് baykerala.com. ആ വെബ്സൈറ്റിന്റെ ഭാഗമായിട്ട് തന്നെ ഒരു ചെറിയൊരു ലിങ്കാണ്. ആ ലിങ്ക് ഫോണുകളിലേക്ക് നമ്മൾ അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ ലിങ്ക് ക്ലിക്ക് ചെയ്യുമ്പോൾ ഈ പറയുന്ന സ്ക്രീനുകൾ വരും. അത് ഓരോരോ സ്ക്രീൻ സാധാരണ നമ്മൾ ഇപ്പം ഓൺലൈൻ മൊബൈൽ പേയ്മെന്റോ അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റി ബില്ലൊക്കെ അടക്കുന്ന പോലെ തന്നെ ബേസിക് നമ്മളെ ഇൻഫർമേഷൻ ഒക്കെ ചോദിക്കും. പേര്, സ്ഥാപനത്തിന്റെ പേര്, FSSAI ലൈസൻസ് നമ്പർ, അങ്ങനെയുള്ള കാര്യങ്ങൾ സേവ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് പേയ്മെന്റ് ഗേറ്റ്വേയിലേക്ക് പോകും. പേയ്മെന്റ് ഗേറ്റ്വേയിലേക്ക് നമുക്ക് ആ സബ്സ്ക്രിപ്ഷന്റെ എമൗണ്ട് കാണിക്കും. ആ എമൗണ്ട് നിങ്ങൾ അടച്ചിട്ട് അതിനകത്ത് ഡീറ്റെയിൽസ് ഉണ്ടാവും. ബാങ്ക് സെലക്ട് ചെയ്യാനും എമൗണ്ട് സെലക്ട് ചെയ്യാനൊക്കെ ഡീറ്റെയിൽസ് ഉണ്ടാവും. അത് സെലക്ട് ചെയ്യുക, പേ ചെയ്യുക. ഫോണിൽ നിന്ന് തന്നെ ചെയ്യാവുന്നേ ഉള്ളൂ, വേറൊരു സൗകര്യം വേണ്ട. അപ്പം ഇങ്ങനൊരു കാര്യം വരുമ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ ബാക്ക് എൻഡിൽ നമുക്ക് ഡേറ്റാബേസ് കളക്ഷനും ഉണ്ട്. ഇപ്പൊ നമുക്ക് മെമ്പേഴ്സിന്റെ ഡീറ്റെയിൽസ് അറിയാം, സബ്സ്ക്രിപ്ഷൻ വാങ്ങിച്ചതിന്റെ എമൗണ്ട് അറിയാം. ഇത് നേരിട്ട് ബേക്കിന്റെ രജിസ്റ്റേർഡ് ബാങ്ക് അക്കൗണ്ടിലേക്കാണ് ഈ പൈസ പോകുന്നത്. ഇപ്പൊ എല്ലാം സുതാര്യമാണ്, ആരും കൈ പിടിക്കുന്നില്ല. പൈസ നേരെ നിങ്ങളുടെ അക്കൗണ്ടിൽ നിന്ന് ഇതിലേക്കാണ് പോവുക. SMS മെസ്സേജ് വരും പേയ്മെന്റ് റിസീവ് ചെയ്ത് കഴിഞ്ഞാൽ. ഒരു വർഷം കഴിഞ്ഞിട്ട് ഒരു റിമൈൻഡർ മെസ്സേജ് വരും, നിങ്ങളുടെ സബ്സ്ക്രിപ്ഷൻ ഡ്യൂ ആയിരുന്നു പറഞ്ഞിട്ട്. സാധാരണഗതിയിൽ നമുക്ക് ബില്ലുകളൊക്കെ വരുന്ന പോലെ തന്നെ. അപ്പം എല്ലാവരും മാറുന്നതിൻ്റെ ഒപ്പം സംഘടന മാറിയിട്ടില്ലെങ്കിൽ നമ്മൾ പുറകിലായിരിക്കും. അപ്പം നമുക്ക് അതുകൊണ്ടാണ് ഈ തുക ഇത്രയും കുറച്ച് വെക്കാൻ പറ്റുന്നത്, ആനുവൽ സബ്സ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞിട്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റുള്ള എക്സ്പെൻസ് ഒക്കെ ഈ UPI ലിങ്ക് വഴി നമുക്ക് കട്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഓഫീസും കാര്യങ്ങളും കണ്ടമാൻ ആൾക്കാരൊന്നും വേണ്ട. എന്നിരുന്നാലും എന്ത് ഹെൽപ്പിനും എന്തെങ്കിലും സംശയങ്ങളും കാര്യങ്ങളും ഉണ്ടായാലും വിളിക്കാൻ ആൾക്കാരുണ്ട്. ഇതിനകത്ത് ഇത് ഫോളോ ചെയ്യാനൊക്കെ ആൾക്കാരുണ്ടാവും. അപ്പം പഴയതുപോലെ തന്നെ ഈ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മാക്സിമം മെമ്പേഴ്സ് ഉണ്ടാവുക എന്നുള്ളതാണ് ഏതൊരു സംഘടനയുടെയും ആഗ്രഹം. പക്ഷെ അതിന്റെ അർത്ഥം എല്ലാരെയും നിർബന്ധിക്കണം എന്നല്ല, സ്വമേധയാ ചേരണം. ആ ചേരാനുള്ള പ്രോസസ്സ് വളരെ സിമ്പിൾ ആക്കിയിട്ട്, ഇതിൽ കൂടുതൽ സിമ്പിൾ ആക്കാൻ പറ്റില്ല, വളരെ സിമ്പിൾ ആക്കിയിട്ടാണ് ഇതിനകത്തുള്ളത്. അതിൽ മണ്ഡലം, ജില്ലാ ഡീറ്റെയിൽസ് ഒക്കെ ഉണ്ടാവും. അപ്പൊ അതൊക്കെ നമുക്ക് തന്നെ ചെയ്യാവുന്നേ ഉള്ളൂ. അപ്പം ഇതാണ് ഇതിന്റെ സത്ത്. നമ്മൾ ഏപ്രിൽ 10 ഇത് ലോഞ്ച് ചെയ്യും. ഇപ്പൊ ഓൾറെഡി ടെസ്റ്റിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം ആദ്യം ഇന്ന് ഇവിടെ വന്നിട്ടുള്ളവര് മാനുവലായിട്ട് ഡീറ്റെയിൽസും പൈസയും വന്നു കഴിഞ്ഞാൽ നമ്മൾ തന്നെ രജിസ്റ്റർ ചെയ്യുന്നതായിരിക്കും. അടുത്ത ജില്ലകളിലുള്ള മറ്റുള്ള ആൾക്കാർക്ക് ഈ ലിങ്ക് അയച്ചു കൊടുത്തിട്ട് അവർ ചേരുകയാണ് വേണ്ടത്. അപ്പൊ ഇതില് ഡീറ്റെയിൽസ് കിട്ടിക്കഴിഞ്ഞാൽ ആ ഡേറ്റാബേസ് വെച്ചിട്ട് പിന്നീട് നമുക്ക് പല കാര്യങ്ങളും എന്താ പറയാ പ്രോഗ്രാംസും നടത്താനൊക്കെ വളരെ എളുപ്പം. സ്ട്രക്ചർ വരും നമ്മുടെ അസോസിയേഷന്. പിന്നെ ഇതിനൊക്കെ ഒരു ഇമ്മീഡിയറ്റ് ആയിട്ട് തന്നെ നമ്മളൊരു മെമ്പർഷിപ്പ് കാർഡും ഇഷ്യൂ ചെയ്യും. ആ കാർഡാണ് ഇനി എക്സ്പോ മാതിരിയുള്ള, ബേക്ക് എക്സ്പോ മാതിരിയുള്ള അല്ലെങ്കിൽ വേൾഡ് റെക്കോർഡുമായി നടന്ന മാതിരിയുള്ള വലിയ പ്രോഗ്രാംസ് ഒക്കെ വരുന്ന സമയത്ത് അതായിരിക്കും നമ്മുടെ മെമ്പർ എന്നുള്ളതിന്റെ തെളിവും ആധാരം. പിന്നെ ഇതിനകത്ത് ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, നമ്മൾ ഇതിനകത്ത് ആധാരമാക്കി ഉപയോഗിക്കുന്നത് FSSAI ലൈസൻസ് നമ്പറാണ്. FSSAI ലൈസൻസ് നമ്പറാണ് അതിന്റെ മാനദണ്ഡമായിട്ട് എടുക്കുന്നത്. വെച്ചാൽ അത് ഒരു റെക്കഗ്നൈസ്ഡ് ഡോക്യുമെന്റ് ആണ്, ഗവൺമെന്റ് ഡോക്യുമെന്റ് ആണ്. അതിലെല്ലാ വിവരങ്ങളും ഉണ്ടാവും. അപ്പൊ അത് നമ്മൾ ആവശ്യം വന്നു കഴിഞ്ഞാൽ കമ്പയർ ചെയ്തിട്ട് അതിനകത്തുള്ള ഡീറ്റെയിൽസ് ആണ് നമ്മൾ വെരിഫൈ ചെയ്യുക. ഈ FSSAI ലൈസൻസ് ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ എടുത്ത സംസ്ഥാനം നമ്മളാണ്. നമ്മളാണ് അത് പുഷ് ചെയ്തിട്ട് ഇവിടുത്തെ FSSAI ഡിപ്പാർട്ട്മെന്റിനെ സഹായിച്ച് നമ്മളാണ് ഏറ്റവും കൂടുതൽ മെമ്പേഴ്സിനെ ചേർത്തത്. അതിനുള്ള റെക്കഗ്നിഷൻ നമ്മുടെ FSSAI ഡിപ്പാർട്ട്മെന്റിന് ഡൽഹിയിൽ നിന്ന് കിട്ടുകയും ചെയ്തതാണ്. അപ്പൊ ആ FSSAI ലൈസൻസിനെ ഡ്രൈവ് ചെയ്യാൻ പറ്റുന്ന ബേക്കേഴ്സ് അസോസിയേഷന് സ്വന്തം മെമ്പർഷിപ്പിന്റെ കാര്യത്തിൽ ഇതിന്റെ ഇത്രയെങ്കിലും ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ വളരെ മോശമാണ്. അപ്പൊ ഇത് നമ്മൾ വളരെ ശുഷ്കാന്തിയോടെ എല്ലാവരും ഈ ലിങ്ക് വരുന്ന സമയത്ത് അനൗൺസ്മെന്റ് ഉണ്ടാവും. അടുത്ത മീറ്റിംഗ് ആകുമ്പോഴത്തേക്ക് നമുക്ക് ഇതിന്റെ എത്ര മെമ്പർ ആയി എന്നുള്ള കണക്കുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് മുമ്പോട്ട് പോകണം. എന്നാലേ ഇത് എവിടെയെങ്കിലും എത്തുള്ളൂ. നമ്മൾ കുറെ നാളായിട്ട് സംസാരം മാത്രമേ ഉള്ളൂ. ഇനി നമ്മളത് പ്രവൃത്തിയിലേക്ക് പോകണം. എല്ലാവരുടെയും പ്രചോദനം പ്രതീക്ഷിച്ചുകൊണ്ട് ഞാനൊരു നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ബേക്കിൻ്റെ പ്ലാറ്റ്ഫോം യൂസ് ചെയ്തിട്ട് ഒരു ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഒരു കമ്പനി ഫോം ചെയ്തിട്ട് ഒരു ചോക്ലേറ്റ് മാനുഫാക്ചർ നല്ല രീതിയിൽ ബ്രാൻഡ് ചെയ്തിട്ട് അത്
ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനായിട്ട് നമ്മളുടെ കേരളത്തിൽ മുഴുവൻ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ട് നമ്മുടെ അംഗങ്ങൾ തന്നെ കൊടുക്കാനായിട്ട് നമ്മുടെ അംഗങ്ങളെ ഷെയർ ഹോൾഡേഴ്സ് ആക്കിയിട്ട് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. അതാണ് ഒരു ബേസിക് ഫോം. ഇത് ഏകദേശം ഒരു 2018 ഏകദേശം അവസാനം തോന്നുന്നു ബിസിനസ് കാര്യങ്ങൾ ഇങ്ങനെ കാഷ്വലായിട്ട് സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ കിരൺ ഇങ്ങനെ എന്നോട് പറഞ്ഞു, കിരണിന്റെ ബിസിനസ് നമ്മൾ ഇന്ത്യയുടെ പുറത്തുണ്ട്. അപ്പം കിരണിന്റെ അവിടുത്തെ ഒരു അടുത്ത സുഹൃത്തായ ഒരു ഇൻവെസ്റ്റർ അദ്ദേഹം ഒരു കാര്യം എന്നോട് സൂചിപ്പിച്ചു എന്ന് പറഞ്ഞു. അതായത് ഈ ചോക്ലേറ്റിന്റെ മാർക്കറ്റ് വളരെ വലുതാണ്. അപ്പൊ ചോക്ലേറ്റ് ഇറക്കാനായിട്ട് ആൾക്ക് താല്പര്യമുണ്ട്. അപ്പൊ കേരളത്തില് അത് ചെയ്തുകൂടെ എന്ന് ചോദിച്ചിട്ട് കിരണോട് ചോദിച്ചു പറഞ്ഞു. അപ്പൊ കിരൺ ഓക്കെ എന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ കിരൺ പറഞ്ഞു ആൾക്ക് നമ്മൾ വലിയ ഒരു പുറത്തുള്ള ഒരാളാണ്, നമ്മളായിട്ട് വേറെ ബന്ധങ്ങളില്ലാത്ത ഒരാളാണ്. പക്ഷെ അങ്ങനെ ഒരാള് ആ ഒരു പോസിബിലിറ്റിനെ പറ്റി ഓപ്പർച്യൂണിറ്റിനെ പറ്റി പറയുമ്പോൾ അതെന്തുകൊണ്ട് നമ്മൾക്ക് ഇവിടെ കേരളത്തില് നമ്മൾക്ക് എല്ലാവർക്കും കൂടിയിട്ട് ബെനിഫിഷ്യൽ ആയിട്ടുള്ള ഒരു രീതിയിൽ ചെയ്തുകൂടാണ് അങ്ങനെ കിരൺ ചോദിക്കേണ്ടത്. അപ്പൊ അന്ന് 2018 ലാസ്റ്റ് കൂടിയാണെന്ന് തോന്നുന്നത്. അപ്പൊ അതിനുശേഷം ഞങ്ങൾ കുറെ അതിനെപ്പറ്റി പലപ്പോഴും ഡിസ്കസ് ചെയ്യും. 2019 ഞങ്ങൾ അതിന്റെ കുറെ ഡാറ്റാസ് എടുക്കുകയൊക്കെ ചെയ്തു. 2019 ഞങ്ങൾ കേരളത്തിലെ അകത്ത് തന്നെയുള്ള ഒരു കമ്പനി ആയിട്ട് സംസാരിച്ചു. കേരളത്തിനകത്തുള്ള കമ്പനി എന്ന് പറയുമ്പോൾ നിങ്ങൾ വില കുറച്ച് കാണണ്ട. കാരണം ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ കൊക്കോ ഡീൽ ചെയ്യുന്ന ഒരു പ്രമുഖമായിട്ടുള്ള ഒരു കമ്പനിയാണ്. അപ്പൊ അവരായിട്ട് സംസാരിച്ച് അങ്ങനെ അവരുടെ ഫാക്ടറി വിസിറ്റ് ചെയ്തു. അതിനുശേഷം അവരായിട്ട് ഡിസ്കഷൻ നടത്തി, ഒന്നിൽ കൂടുതൽ ഡിസ്കഷൻ നടത്തി. അതിനുശേഷം അവരുടെ ഭാഗത്തുനിന്ന് ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു പ്രതികരണം നമുക്ക് കിട്ടിയില്ല. കാരണം വെച്ചാല് നമ്മുടെ സംഘടനയുടെ ഒരു സെറ്റപ്പും സംഘടനയുടെ സെറ്റപ്പ് എന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞാല് അതിന്റെ ഇപ്പൊ ഇത്രയും നേരം സംഘടനയൊക്കെ നമ്മൾ ചീത്ത പറഞ്ഞെങ്കിലും നമ്മുടെ സംഘടനയ്ക്ക് ഒരു കെട്ടുറപ്പുണ്ട്, വളരെ വലിയൊരു കെട്ടുറപ്പുണ്ട്. അത് നമുക്ക് ഇതിനോടകം തന്നെ ഒരുപാട് പരിപാടികൾ നടത്തിയിട്ട് നമുക്ക് മനസ്സിലായിട്ടുണ്ട്. കാരണം വെച്ചാല് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നമ്മളൊരു വെറും ഒരു 2 ആഴ്ച സമയം കൊണ്ടാണ് നമ്മളൊരു ഗിന്നസ് റെക്കോർഡ് കേക്കിന്റെ ഒരു അച്ചീവ്മെന്റ് ഉണ്ടാക്കിയത്. അത് നമ്മള് ശരിക്കും പറഞ്ഞ 10-13 ദിവസത്തെ ഒരു പ്രോഗ്രാമാണ് ആയിരുന്നു. ഒരു ഇതുപോലെ ഒരു കാഷ്വൽ ടോക്കിന്ന് തുടങ്ങിയിട്ട് ഒരു 2 ആഴ്ച കൊണ്ട് ഇത്രയും വലിയൊരു അച്ചീവ്മെന്റ്. അത് ഇൻഡിവിജ്വലി നോക്കുമ്പോൾ നമുക്ക് അത് തോന്നില്ല. നമ്മൾ ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് നമുക്ക് എല്ലാവർക്കും മനസ്സിലായത് അത് എന്തോരം വലിയൊരു അച്ചീവ്മെന്റ് ആയിരുന്നു. എത്ര ആൾക്കാർ അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തു, എത്ര മെറ്റീരിയൽ വന്നു, എത്ര രൂപയുടെ ഇൻവെസ്റ്റ്മെന്റ് വന്നു എന്നൊക്കെ നമ്മൾ ഇപ്പോഴും നോക്കിയിട്ടില്ല എന്നുള്ളത്. നമ്മുടെ ഓരോരുത്തരെയും കയ്യിൽ നിന്ന് എത്ര പൈസ ചെലവായിരുന്നു നോക്കിയിട്ടില്ല ഉണ്ടോ? ഇല്ല എന്ന് കുറെ പേര് ഇപ്പോഴും നമ്മൾ ചോദിക്കുമ്പോൾ ആരും ശ്രദ്ധിച്ചിട്ടില്ല. പക്ഷെ പുറമേ ഉള്ള ആൾക്കാർ അസസ് ചെയ്തിട്ടുണ്ട് ഒരുപാട് അത്രയും. അപ്പൊ നമ്മള് ആ ഒരു അച്ചീവ്മെന്റ്, ആ ഒരു സംഘടനയുടെ ഒരു കെട്ടുറപ്പം, നമ്മൾ ഇതുവരെ ചെയ്ത കാര്യങ്ങളും നമ്മൾ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോ അവര് അതുകൊണ്ടാണ് തോന്നുന്നത് അവര് ബാക്ക് ഓഫ് ചെയ്തു. കാരണം വെച്ച് കഴിഞ്ഞാല് നമ്മൾക്ക് മനസ്സിലായതെന്ന് വെച്ചാല് നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു രീതിയിലേക്ക് വരാനായിട്ട് ആ കമ്പനിക്ക് സാധിക്കില്ല എന്ന് അവർക്ക് ബോധ്യപ്പെട്ടതിന്റെ വെളിച്ചത്തിലാന്ന് തോന്നുന്നു അവര് ബാക്ക് ഓഫ് ചെയ്ത്. പക്ഷെ നമ്മള് ബാക്ക് ഓഫ് ചെയ്തില്ല. നമ്മളതിന്റെ ബാക്കിയുള്ള കാര്യങ്ങൾ വർക്ക് തുടർന്നു. അങ്ങനെ ഞങ്ങള് പലരെയും കഴിഞ്ഞ മാർച്ചില് ഈ കൊറോണയുടെ മുമ്പ് ആഹാറിൽ ഞങ്ങൾ പോയിരുന്നു. അവിടെ കുറെ കമ്പനീസ് ആയിട്ട് സംസാരിച്ചു. അതുകൂടാണ്ട് ഈ ചോക്ലേറ്റ് ഇൻഡസ്ട്രിയിലുള്ള പല ഉന്നത സ്ഥാനങ്ങളിൽ ഇരിക്കുന്ന പലരായിട്ടും പല ഡിസ്കഷൻസ് നടത്തി. അവരുടെ കുറെ ഡാറ്റാസ് അവരിൽ നിന്ന് നമുക്ക് കുറെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അതൊക്കെ വെച്ചിട്ട് നമ്മള് ഇവിടെ ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ ഫാക്ടറികളിൽ ഒന്നാണ് ക്യാംകോന്റെ ഫാക്ടറി. അറിയാം, ക്യാംകോന്റെ നമ്മൾ കൊക്കോ പൗഡർ ഒക്കെ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടാവും. ചോക്ലേറ്റിന്റെ അവരുടെ ചോക്ലേറ്റ്സ് നമ്മുടെ കേരള മാർക്കറ്റിൽ വളരെ കുറവാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ മിക്കവാറും അതിന്റെ തലപ്പത്ത് നമ്മൾ അന്വേഷിക്കുന്ന ഒരു ചോക്ലേറ്റ്സ് കുറെ ക്വാളിറ്റി ഉള്ള ചോക്ലേറ്റ്സ് ആണ്, പക്ഷെ മാർക്കറ്റിംഗ് തീരെ മോശം. അപ്പൊ അതിന്റെ പേരിൽ അതിന് കാരണം നമ്മൾ അന്വേഷിച്ചപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു കേരള കർണാടക സംസ്ഥാന ഒരു കോഓപ്പറേറ്റീവ് സൊസൈറ്റി ആണ്, സംസ്ഥാന ഗവൺമെന്റിന്റെ ഒക്കെ പങ്കാളിത്തമുള്ള. അത് കർഷകരുടെ ഒരു സൊസൈറ്റിയാണ്. അവരുടെ തലപ്പത്തിരിക്കുന്നത് മിക്കവാറും ഏതെങ്കിലും IAS ആരോ IPS ആരോ ഒക്കെ അങ്ങനത്തെ ആരെങ്കിലും ഒക്കെ ഇരിക്കുന്നുണ്ടാവും. അപ്പൊ അവർക്കത് മാർക്കറ്റിങ്ങിന്റെ കാര്യത്തിനെ കുറിച്ചിട്ട് അവർക്ക് അത്രയും
താല്പര്യം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് ഈ കേരളത്തിൽ അല്ലെങ്കിൽ ചോക്ലേറ്റിന്റെ അവരുടെ മാർക്കറ്റിംഗ് താല്പര്യം എടുക്കാതെ. പക്ഷേ ഞങ്ങൾ കഴിഞ്ഞ വീഡിയോ ക്ലിപ്പിംഗ്സ് കണ്ടിട്ടുണ്ടായിരിക്കും, പ്ലേ ചെയ്തിരുന്നു, നിങ്ങൾ കുറെ പേര് അറിഞ്ഞിട്ടുണ്ടായിരിക്കും. ഞങ്ങൾ കഴിഞ്ഞ മാസം അവിടെ ഫാക്ടറിയിൽ വിസിറ്റ് ചെയ്തിരുന്നു. ക്യാമ്പൻ്റെ കർണാടകയിലുള്ള ഫാക്ടറിയിൽ വിസിറ്റ് ചെയ്തിരുന്നു. വിസിറ്റ് ചെയ്തപ്പോൾ ഈ പറഞ്ഞതെല്ലാം ശരി. കാരണം അവർക്ക് കേരളത്തിലെ മാർക്കറ്റ്, ചോക്ലേറ്റിന്റെ മാർക്കറ്റിനെ പറ്റിയിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യമില്ല ആക്ച്വലി. കാരണം ആ കമ്പനി 24 hours വർക്കിംഗ് ആണ്, 3 ഷിഫ്റ്റ് ആയിട്ട് 24 hours വർക്കിംഗ് ആണ്. ഈവൻ ലോക്ക്ഡൌണിൽ വരെ ഒരു 10 ദിവസവും മറ്റോ ആണ് അവർ ലേ ഓഫ് ഉണ്ടായിരുന്നു തോന്നുന്നു അല്ലേ. അതും കഴിഞ്ഞപ്പം അവര് അമൂലിന് പ്രൊഡക്ട്സ് അടിച്ചു കൊടുക്കുന്നുണ്ട്, നെസ്ലേക്ക് പ്രൊഡക്ട്സ് അടിച്ചു കൊടുക്കുന്നുണ്ട്, ലവ് ഇറ്റ് എന്ന് പറഞ്ഞ കമ്പനിക്ക് പ്രൊഡക്ട്സ് അടിച്ചു കൊടുക്കുന്നുണ്ട്. അത് കൂടാണ്ട് അവർക്ക് എക്സ്പോർട്സ് ഉണ്ട്, ഈ ആഫ്രിക്കൻ കൺട്രീസിലും മറ്റേത് ഒരുപാട് എക്സ്പോർട്സ് ഉണ്ട്. അത് കൂടാണ്ട് കൊക്കോ പ്രോസസ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഈ പറഞ്ഞ എല്ലാ ഫാക്ടറിയിലും. ഏഷ്യയിൽ തന്നെ അത് അവരുടെ പ്രൊഡക്ഷൻ ഞങ്ങൾക്ക് കമ്പനി കാണിച്ചു തന്നു. അതിന് ശേഷമാണ് അവരുടെ ഡിസ്കഷൻ. നമ്മൾ പോയപ്പോൾ വളരെ നല്ലൊരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു അപ്രോച്ചാണ്. വലിയ ഡീറ്റെയിൽസ് ഒക്കെ പിന്നീട് പറയുന്നതാണ്. അപ്പൊ അങ്ങനെ നമ്മള് ആ രീതിയിൽ നമ്മൾ മുന്നോട്ട് പോയിട്ട് നമുക്ക് കുറെ പേരെടുത്ത് നമ്മൾ ഇതിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മളത് ഇങ്ങനെ ഡാറ്റാസ് കളക്ട് ചെയ്തപ്പോഴാണ് നമുക്ക് മനസ്സിലായത്, നമ്മൾ ശ്രദ്ധിക്കാത്തൊരു കാര്യം വെച്ചാൽ നമ്മൾ ഓരോരുത്തരും നമ്മളുടെ കടയിൽ എത്ര ക്വാണ്ടിറ്റി ചോക്ലേറ്റ് വിൽക്കുന്നുണ്ട് എന്നുള്ളൊരു കാര്യം നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ല എന്നുള്ളത്. കാരണം ശ്രദ്ധിച്ചിട്ടൊന്നും എനിക്കറിയില്ല. ഈ സന്തോഷം എന്നെ പോലെയുള്ള കറക്റ്റ് കണക്ക് നോക്കുന്ന ചിലർ അതിന്റെ ഡാറ്റാസ് കറക്റ്റ് ഉണ്ടായിരിക്കും, പക്ഷെ ഭൂരിഭാഗം പേര് നമ്മൾ നോക്കുന്നില്ല എന്നുള്ളൂ. കുറെ പേരൊക്കെ കറക്റ്റ് അതിന്റെ ഡാറ്റാസ് ചെയ്യുന്നതാണ്. നമ്മൾ നോക്കിയപ്പോൾ വലിയൊരു വോളിയം ചോക്ലേറ്റ് ആണ് നമ്മൾ ചെയ്യുന്നത്. നമ്മൾ ഓരോരുത്തരെയും കടയിൽ ഈ ചെയ്യുന്നത് മുഴുവൻ നമ്മൾ കാഡ്ബറി, നെസ്ലേ ഒക്കെ ചോക്ലേറ്റ്സ് ആണ് നമ്മൾ ചെയ്യുന്നത്. അങ്ങനത്തെ ബ്രാൻഡഡ് കമ്പനീസ് നമുക്ക് കിട്ടുന്ന ഒരു മാർജിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 8 to 12% മാർജിനാണ് കിട്ടുന്നത്. നെസ്ലയുടെ ചില പ്രൊഡക്ട്സിനൊക്കെ 14% തരുന്നുണ്ട്. പിന്നെ ചില സൂപ്പർ മാർക്കറ്റ്സിലൊക്കെ അവർ വലിയ ബൾക്ക് പർച്ചേസ് എടുക്കുന്ന സൂപ്പർ മാർക്കറ്റിൽ കുറച്ച് മണി. പക്ഷെ നമുക്ക് ഒരു ഓൺ ആൻ ആവറേജ് നമുക്ക് കിട്ടുന്ന ഒരു 8 to 12% ആണ്. അപ്പം നമ്മൾ ഒരുപാട് സ്പേസ് കൊടുത്ത്, നമ്മൾ ഒരുപാട് പൈസ ഇൻവെസ്റ്റ് ചെയ്തിട്ട് പർച്ചേസ് ചെയ്തിട്ട് നമ്മൾ ആ കമ്പനീസിനെ നന്നാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അങ്ങനെയാണ് ഈ ഒരു തോട്ട് വന്നത്. എന്തുകൊണ്ട് നമുക്ക് നല്ലൊരു മാർജിൻ നമുക്ക് എടുത്തുകൊണ്ട് നമുക്ക്, അതായത് റീറ്റെയിലേഴ്സിന് നമ്മളുടെ കടക്കാർക്ക് കിട്ടിക്കൊണ്ട് നമ്മൾ ഇങ്ങനെ ഒരു ഇത് ചെയ്തുവിടാം. അങ്ങനെയുള്ള ഇങ്ങനെ ചിന്തകളിലൊക്കെ ഡിസ്കഷൻസ് ഇങ്ങനെ മിക്കവാറും ഞങ്ങൾ എല്ലാ ദിവസവും മീറ്റ് ചെയ്തിട്ട് അങ്ങനെ കാര്യങ്ങൾ ചെയ്യാറുണ്ട്. അപ്പൊ അങ്ങനെ ആണ് ഇതൊരു നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതിന്റെ എമൗണ്ടുകൾ നോക്കിയപ്പോൾ 900 കോടി രൂപയാണ് കേരളത്തിലെ ഏകദേശം ഔദ്യോഗികമായിട്ടുള്ള ചോക്ലേറ്റിന്റെ മാർക്കറ്റ് ഏകദേശം. കാരണം വെച്ചാൽ മലപ്പുറത്ത് വരുന്ന ചോക്ലേറ്റും തിരൂര് മാർക്കറ്റിന്റെ ചോക്ലേറ്റും ഇതിൽ പെട്ടിട്ടില്ല. അത് കൂടാണ്ട് വരുന്ന ഹോം മെയ്ഡ് ചോക്ലേറ്റ്. അപ്പൊ അത്രയും വലിയൊരു ഫിഗറാണ്, അല്ലെങ്കിൽ അത്രയും വലിയൊരു വോളിയമാണ് നമ്മുടെ കേരളത്തിലെ മാത്രം ചോക്ലേറ്റിന്റെ ഇൻഡസ്ട്രി നിൽക്കുന്നത്. അതിൽ തന്നെ ഒരു ഏറ്റവും നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഏറ്റവും ഫെമിലിയർ ആയിട്ടുള്ള ഒരു കമ്പനിയാണ്. ഏകദേശം ഒരു 600 കോടി രൂപയോളം, 500 to 600 കോടി രൂപയോളം ചെയ്യുന്ന ഒരൊറ്റ കമ്പനിയാണ് നമ്മൾ ആലോചിക്കുന്നുണ്ടാവും. അപ്പൊ ഇത് ഈസിലി നമുക്ക് ടാപ്പ് ചെയ്യാവുന്ന, കാരണം വെച്ചാൽ മാർക്കറ്റ് നമ്മുടെ കയ്യിലുണ്ട്. അപ്പൊ നമ്മൾ അങ്ങനെ ആലോചിച്ചപ്പോഴാണ് നമുക്ക് ഇത് ഇങ്ങനെ ഒരു സെറ്റപ്പിൽ പോകണമെങ്കിൽ നമുക്ക് അതിനെ ഹെൽപ്പ് ചെയ്യാനായിട്ട് നമ്മൾ വിചാരിക്കുന്ന ഒരു വളരെ പ്രൊഫഷണൽ ആയിട്ട് ചെയ്യാനായിട്ട് പറ്റാവുന്ന ഒരു സെറ്റപ്പ്, മാനേജ്മെന്റ് സെറ്റപ്പ് നമുക്ക് വേണം. അതില്ലാണ്ട് നമുക്കത് മാനേജ് ചെയ്യാനായിട്ട് സാധിക്കില്ല. അതിനുള്ള കേപ്പബിൾ ആയിട്ടുള്ള ആൾക്കാർ നമ്മുടെ ഇടയിലുണ്ട്. പക്ഷെ ഇതിനൊരു ഒരു ഒരു വളരെ പ്രൊഫഷണൽ ആയിട്ടുള്ള രീതിയിൽ ഒരു പബ്ലിക് ലിമിറ്റഡ് കമ്പനി ഫോം ചെയ്തിട്ട് തന്നെ നമ്മൾ ചെയ്യണം. ഈ കേരള ഒരു പ്രത്യേകതയുണ്ട്. അതായത് കേരളം പഠിക്കാത്ത സ്കൂളുകൾ കുറവാ തൃശ്ശൂർ. ഞാനും കേരളം കൂടി ഒരുമിച്ച് പഠിച്ചത് ഒരു 6 മാസം. അവർ കുറെ സ്കൂളുകളിൽ പഠിച്ചിട്ടുണ്ട്. അപ്പൊ അതിൻ്റെയൊക്കെ എക്സ്പീരിയൻസ് ഉണ്ട്, ഒരുപാട് ആൾക്കാരായിട്ടും അല്ലാത്ത കാര്യങ്ങളായിട്ടും. അപ്പൊ അങ്ങനെ വന്നപ്പോഴാണ് കിരൺ പറഞ്ഞ കിരണിന്റെ ഒരു ഫ്രണ്ട് ഉണ്ട്. ആള് ഇപ്പം പുറത്തൊക്കെ വർക്ക് ചെയ്തിട്ട് ഇപ്പം വർക്ക് ചെയ്യുന്നൊക്കെ മാറിയിട്ട് റിട്ടയർഡ് ചെയ്തിട്ട് കിരണിന്റെ ക്ലാസ്മേറ്റ് ആണ്. ആള് തൃശ്ശൂർ ഒരു സ്വൈര്യ ജീവിതം നയിക്കുന്ന ഒരു വ്യക്തി എന്ന് പറഞ്ഞു. അദ്ദേഹത്തെ നമ്മൾ ഇതിലേക്ക് ഞാൻ സംസാരിച്ചു നോക്കാം. ആള് വില്ലിങ്ങാണെന്ന് അറിയില്ല, സംസാരിച്ചു നോക്കാം. ആള് നമുക്ക് ഈ
സ്റ്റേജിൽ നമുക്കൊരു ഹെൽപ്പ് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ ചോദിച്ചു നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അങ്ങനെയാണ് കിരൺ ഫ്രാൻസിസിനെ അവിടെ സംസാരിച്ചിട്ട് ഫ്രാൻസിസ് ആണ് കൂടുതൽ ഡീറ്റെയിൽസ് ഞാൻ പറയാം. ഫ്രാൻസിസിനായിട്ട് സംസാരിച്ചു. ഫ്രാൻസിസ് ഓക്കെ അങ്ങനെ ഈ ഡിസ്കഷൻസിൽ നമ്മൾ കൂടി നമുക്ക് ഇൻട്രസ്റ്റ് ആ ഒരു പുതിയൊരു ഫീൽഡാണ്, അപ്പം എനിക്ക് ആ പുതിയ ഫീൽഡ് താല്പര്യമുണ്ടെന്ന് പറഞ്ഞിട്ട് അങ്ങനെ നമ്മുടെ കൂടെ കൂടിയത്. ഞാൻ ഇത്രയും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു ഫീല് നമുക്ക് മനസ്സിലാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത്. നമ്മളൊരു വളരെ പ്രൊഫഷണൽ ആയിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ്. അപ്പൊ അതുകൊണ്ടാണ് നമുക്ക് അങ്ങനെയുള്ള രീതിയിൽ തന്നെ പോകണമെന്ന് നമ്മൾ തീരുമാനിച്ചത്. അപ്പൊ അതിന്റെ ഒരു ഭാഗമായിട്ടാണ് ഫ്രാൻസിസ് നമ്മൾ കൂടെ കൂടിയത്. ഫ്രാൻസിസിനെ പറ്റി പറയുകയാണെങ്കിൽ ഫ്രാൻസിസ് IT ഇൻഡസ്ട്രിയിലാണ് കൂടുതലും വർക്ക് ചെയ്തിട്ടുള്ളത്. IT ഇൻഡസ്ട്രിയാണ് മൂപ്പര പാഷൻ. IT ഇൻഡസ്ട്രിയിൽ ഒരുപാട് 15 വർഷത്തിന് മേലെ കേരളത്തിന്റെ ഇന്ത്യയുടെ പുറത്ത് വർക്ക് ചെയ്തിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ഉള്ള ആളാണ്. അതും മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞിട്ട് പൂനെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞു. പൂനെ യൂണിവേഴ്സിറ്റിയിൽ MBA കഴിഞ്ഞു. അത് കഴിഞ്ഞ് 1997 പൂനെയിൽ ഒരു IT കമ്പനിയിൽ ജോയിൻ ചെയ്തു. ഒരു 4 വർഷത്തോളം പൂനെയിൽ വർക്ക് ചെയ്തു. 3 വർഷം. ഓക്കെ. അത് കഴിഞ്ഞിട്ട് ഒരു 1997 to 2000 3 വർഷം പൂനെയിൽ വർക്ക് ചെയ്തു. അത് കഴിഞ്ഞിട്ട് 2004 2002 2004 വർക്ക് ചെയ്തു അവിടെ അല്ല സൗത്ത് ആഫ്രിക്ക. ഓക്കെ. അത് കഴിഞ്ഞ് 2004 to 2010 സിറ്റി ബാങ്കിന്റെ സീനിയർ കൺസൾട്ടന്റ് ആയിട്ട് ന്യൂയോർക്കിൽ അമേരിക്കയിൽ വർക്ക് ചെയ്തിരുന്നു ഏകദേശം 6 വർഷത്തോളം. അത് കഴിഞ്ഞിട്ട് പിന്നെ സ്റ്റാൻഡേർഡ് ചാർട്ടേഡ് ബാങ്കിന്റെ സിംഗപ്പൂർ വൈസ് പ്രസിഡന്റ് ആയിട്ട് വർക്ക് ചെയ്തിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ സിംഗപ്പൂർ സിറ്റി ബാങ്കിന്റെ 2004 to 2015 14 to 15 സിംഗപ്പൂർ സിറ്റി ബാങ്കിന്റെ വൈസ് പ്രസിഡന്റ് ആയിട്ട് വർക്ക് ചെയ്തിരുന്നു. അവള് വർക്ക് ചെയ്തിട്ടുള്ള IT ഫീൽഡിലായിരുന്നാലും ആള് വർക്ക് ചെയ്തിട്ടുള്ള മേഖലകൾ എന്ന് പറയുന്നത് ഒരുപാട് വ്യത്യസ്തമാണ്. പ്രോജക്ട് മാനേജ്മെന്റ്, ഓർഗനൈസേഷണൽ ട്രാൻസ്ഫോർമേഷൻ, ക്വാളിറ്റി മാനേജ്മെന്റ്, ബിസിനസ് അനാലിസിസ്, കൺസൾട്ടിങ്, അങ്ങനെ ഒരുപാട് വ്യത്യസ്തമായ മേഖലയിൽ വർക്ക് ചെയ്തിട്ട് വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരാളെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പൊ അത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാല് ആ ഒരു പ്രൊഫഷണൽ രീതിയിൽ പോകാനാണ്. മാത്രമല്ല ആളിപ്പോ റിട്ടയർഡ് ലൈഫ്. കാരണം വെച്ചാൽ ആള് ലാസ്റ്റ് വർക്ക് ചെയ്തിട്ടുള്ള പ്രോജക്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാല് വളരെ ഹെക്ടിക് ആയിരുന്നു. അതായത് ഏകദേശം ഒരു $240 കോടി $5 വർഷം കൊണ്ട് ബഡ്ജറ്റ് ചെയ്തിട്ടുള്ള ഒരു പ്രോജക്റ്റിലാണ് ലാസ്റ്റ് വർക്ക് ചെയ്തിരുന്നത്. അതായത് ഏകദേശം $40 കോടി പെർ ഇയർ പറയുകയാണെങ്കിൽ ഒരു ദിവസം ഒരു 10 ലക്ഷം രൂപ ഡോളർ ഒരു പെർ ഡേ വരുന്ന ഒരു പ്രോജക്റ്റിലായിരുന്നു ലാസ്റ്റ് വർക്ക് ചെയ്തിരുന്നത് സിറ്റി ബാങ്ക് അല്ലെ. അപ്പൊ അതിന്റെ ഒരു ടെൻഷൻ നമുക്കറിയാലോ. അപ്പൊ അതുകൊണ്ടാണ് അതൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പോ വളരെ റിട്ടയർഡ് ആയിട്ടുള്ള ലൈഫ് ഇവിടെ ഇരിക്കണം. അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മൾ ഇങ്ങനെ ഒരു കാര്യത്തെ കുറിച്ച് സംസാരിക്കുന്നതും ആള് അങ്ങനെ നമ്മുടെ കൂടെ കൂടിയത്. അപ്പം അതൊക്കെയാണ് നമ്മളുടെ ഈ ഒരു കാര്യത്തെ കുറിച്ചുള്ള ബേസിക് ആയിട്ടുള്ള ഒരു ഇൻട്രോ. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മള് ക്യാൻപോല പോയിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചും നമ്മളുടെ എന്താണ് നമ്മുടെ കുറച്ച് ഈ ഒരു കമ്പനിയുടെ സെറ്റപ്പിനെ കുറിച്ചിട്ടും കുറച്ചും കൂടി വിശദമായിട്ട് ഫ്രാൻസിസ് എക്സ്പ്ലെയിൻ ചെയ്യും വിത്ത് പോയിന്റ് പ്രസന്റേഷൻ. ഞാൻ ഫ്രാൻസിസിനെ വിത്ത് പെർമിഷൻ ഓഫ് ദ ഡയസ് ക്ഷണിക്കുകയാണ്. Members of the dice, on the dice. Naveen, that is a good introduction. Thank you for that. ഒന്നുകൂടി പറയാം, എൻ്റെ പേര് ഫ്രാൻസിസ് ജോർജ്, തൃശ്ശൂർകാരനാണ്. കിരണിൻ്റെ ബാല്യകാര്യ സുഹൃത്താണ്. ഞങ്ങൾ ഒരുമിച്ച് പഠിച്ചതാണ്. ചെറുപ്പത്തിൽ 5ാം ക്ലാസ് വരെ ഒരുമിച്ച് പഠിച്ചതാണ്. ഞാൻ ഇന്നിവിടെ ബേക്കിൻ്റെ ഈ മീറ്റിങ്ങിൽ വന്ന് നിൽക്കുന്നതിന് മുമ്പ് ഞാൻ ആദ്യമായിട്ട് ബേക്കിനെ കുറിച്ച് അറിയുന്നത് ജനുവരി 2020 നിങ്ങൾക്ക് ഊഹിക്കാവുന്നേ ഉള്ളൂ എന്തുകൊണ്ട് അറിയാനിടയായെന്നുള്ളത്. ഗിന്നസ് റെക്കോർഡ് സെറ്റ് ചെയ്ത ഒരു ഇവന്റ് അവിടെ നടന്നിരുന്നു. തൃശ്ശൂരാണ് നടന്നത്. ഞാൻ താമസിക്കുന്നതിന് 2 കിലോമീറ്റർ അകലെയാണ്, ഇൻ ദ ഹാർട്ട് ഓഫ് ദ ടൗൺ. അവിടെയാണ് ഈ ഇവന്റ് നടന്നത്. നിങ്ങൾക്കറിയാലോ അതിന്റെ ഡീറ്റെയിൽസ്. അതിൽ എത്ര പേർ പങ്കെടുത്തിരുന്നു? ഇവിടെ ഇരിക്കുന്നതിൽ എത്ര പേർ പങ്കെടുത്തിരുന്നു? വാസ് മെജോറിറ്റി, റൈറ്റ്? I was very, very impressed. It blew me away. That particular event blew me away. രോമാഞ്ചം നിൽക്കുന്നുണ്ട് എനിക്കിപ്പോഴും. അത് അവിടെ ചെന്ന് കണ്ടപ്പോൾ
കിരൺ ആദ്യമായിട്ട് ഇതിനെ കുറിച്ച് പറഞ്ഞപ്പോൾ തന്നെ എൻ്റെ ഐബ്രോസ് വേണ്ട. ഇതൊക്കെ ഒരു ഗിന്നസ് റെക്കോർഡിനുള്ള ഒരു ഇവന്റ് ഒക്കെ ഇവിടെ നടക്കുക എന്ന് പറഞ്ഞാൽ എനിക്ക് സ്വപ്നത്തിൽ പോലും കാണാൻ പറ്റുമായിരുന്നില്ല. തൃശ്ശൂർ അങ്ങനെ ഒരു ഇവന്റ് നടക്കുന്നുള്ളൂ. പക്ഷെ അതൊരു യാഥാർത്ഥ്യമാക്കി എന്നുള്ളതാണ്. എന്ന് മാത്രമല്ല അതിലും എന്നെ അതിശയിപ്പിച്ചത് 2 ആഴ്ചയ്ക്കുള്ളിലാണ് ടീം പുൾഡ് ഇറ്റ് ഓഫ് 2 week നോട്ടീസ് എന്നുള്ളതാണ്. ഇറ്റ് ഇസ് നത്തിങ് ഷോർട്ട് ഓഫ് മിറക്കിൾ. ഇപ്പൊ ഞാൻ നേരത്തെ ഇവിടെ പറഞ്ഞല്ലോ, ഐ വർക്ക് ഓൺ റിയലി ബിഗ് പ്രോജക്ട്സ്. ഞാൻ ലോകത്തിലെ ഏറ്റവും വലിയ ബാങ്കുകളിലൊന്നായി സിറ്റി ബാങ്കിൽ വർക്ക് ചെയ്തിട്ടുള്ളതാണ്. ഞാൻ US വർക്ക് ചെയ്യുമ്പോൾ ഒരു $55 million പ്രോജക്റ്റിലാണ് അവിടെ ഹാൻഡിൽ ചെയ്തിരുന്നത്. ഞാനത് ആ പ്രോജക്റ്റിൽ ആദ്യം ഞാനൊരു ബിസിനസ് അനലിസ്റ്റ് റോളിലാണ് പോയത്. അതിൻ്റെ ഡീറ്റെയിൽസ് ചെയ്യാൻ പോകുന്നില്ല. അത് ഞാൻ സ്റ്റാർട്ട് മാനേജിങ് ദാറ്റ് പ്രോജക്റ്റ് എന്ന് പറയുന്നത്. ഇവിടെ അത് സിംഗപ്പൂർ വന്ന് ഐ വർക്ക് ഓൺ സെവറൽ പ്രോജക്ട്സ് ഫോർ സ്റ്റാൻഡേർഡ് ചാർട്ടേഡ് ബാങ്ക്. ഐ വർക്ക് ഓൺ ദി ലാർജസ്റ്റ് IT പ്രോജക്ട് ഇൻ ദ വേൾഡ് ഫോർ സിറ്റി ബാങ്ക്. നേരത്തെ പറഞ്ഞ $240 കോടി പ്രോജക്റ്റാണ്. ഗാർട്ട്നർ എന്നുള്ളൊരു സർട്ടിഫൈങ് ബോഡി ഉണ്ട് IT ഫീൽഡിൽ. അവർ സർട്ടിഫൈ ചെയ്തിരിക്കുന്നത് ഇറ്റ് വാസ് ദ ലാർജസ്റ്റ് IT പ്രോജക്ട് ഇൻ ദ വേൾഡ് അറ്റ് ദാറ്റ് പോയിന്റ് ഓഫ് ടൈം. ഞാനത് പറയാൻ കാരണം എന്താ വെച്ചാൽ, സോ ഐ നോ ദി കോംപ്ലിക്കേഷൻസ് ഓഫ് ഡൂയിങ് തിങ്സ്. ഇങ്ങനെ ഒരു പ്രോജക്റ്റ് ഹാൻഡിൽ ചെയ്യുമ്പോൾ ഒരുപാട് കോംപ്ലിക്കേഷൻസ് എല്ലാം ഉണ്ടാവും. അത് വെച്ചിട്ട് ഇപ്പോൾ US ആണ് ഏറ്റവും അഡ്വാൻസ്ഡ് എക്കണോമി, ഏറ്റവും അധികം ബിസിനസ് ആക്ടിവിറ്റീസ് നടക്കുന്നതും ഏറ്റവും ഡിസിപ്ലിൻ ആയിട്ടുള്ള രീതിയിൽ കാര്യങ്ങൾ പോകുന്ന ഒരു രാജ്യമാണ് US. ഇതുപോലെ ഒരു ഇവന്റ് നടത്താണെങ്കിൽ ഈ ഗിന്നസ് റെക്കോർഡിനുള്ള ഇവിടെ ബേക്ക് ചെയ്ത ലോങ്സ്റ്റ് കേക്ക് ഇൻ ദ വേൾഡ് ആൻഡ് മാനേജിങ് ദാറ്റ് ഹോൾ തിങ് സോ വെൽ ഇൻ സച്ച് എ ഷോർട്ട് പീരിയഡ് ഓഫ് ടൈം, അതേപോലെ ഒരു ഇവന്റ് US നടത്താണെങ്കിൽ ഏറ്റവും ചുരുങ്ങിയത് 2 മാസത്തെ പ്ലാനിങ്ങാണ്. ഏറ്റവും ചുരുങ്ങിയത്. ഓക്കെ, ആ ഒരു കാര്യമാണ് ബേക്ക് ഇവിടെ 2 ആഴ്ചക്കുള്ളിൽ സാധിച്ചെടുത്തത്. അതും പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ. ഇത് കഴിഞ്ഞിട്ട് ഞാൻ കിരണിന്റെ അടുത്ത് ചോദിച്ചത്, ഇത്രയും വലിയൊരു 6 കിലോമീറ്റർ നിങ്ങളൊരു കേക്ക് ഉണ്ടാക്കിയിട്ട് നമ്മുടെ നാട്ടിലെ വേസ്റ്റ് മാനേജ്മെന്റ് എല്ലാവർക്കും അറിയാമല്ലോ, ഇറ്റ് ഈസ് പത്തറ്റിക്. വേസ്റ്റ് മാനേജ് ചെയ്യാനുള്ള സംവിധാനങ്ങളില്ല. ഇത് ആരും എടുത്തില്ലെങ്കിൽ നിങ്ങൾ എന്താണ് ഇത് പ്ലാൻ ചെയ്യുന്നത് ചെയ്യാൻ? അത് കഴിഞ്ഞ് പിറ്റേ ദിവസം ഒരു വീഡിയോ കണ്ടു. എത്ര 5 മിനിറ്റിനുള്ളൂ. 5 മിനിറ്റ് എടുത്തില്ല, 2 മിനിറ്റിനകം അപ്രത്യക്ഷമായി. 6 കിലോമീറ്റർ കേക്ക് അപ്രത്യക്ഷമായി എന്നുള്ളതാണ്. തൃശ്ശൂർ ഭാഷയിൽ പറഞ്ഞ ആക്രാന്തം കാണിക്കാൻ ചെയ്യുന്ന ആൾക്കാർ എടുത്തുകൊണ്ട് പറയാം. So it's no mean feat. It's a wonderful achievement. Okay, ഒന്ന് കൈയടിച്ചു. ഈ കൈയടിക്കാൻ പറഞ്ഞത് നിങ്ങൾക്കായിട്ട് തന്നെ കൈയടിക്കുന്നത്. It's a big achievement. Okay, it's a remarkable achievement. അപ്പൊ അതിന്റെ ഒരു പശ്ചാത്തലത്തിലാണ് അപ്പൊ അന്ന് മുതലേ ബേക്കിനെ കുറിച്ച് നോട്ട് ചെയ്തിട്ടുള്ളതാണ്. കിരൺ എൻ്റെ അടുത്ത് ഈ ഒരു പ്രൊജക്ടിന്റെ കാര്യം ചോദിച്ചപ്പോൾ, ഇപ്പൊ ഇവിടെ പ്രസന്റ് ചെയ്യാൻ പോകുന്ന പ്രൊജക്ടിന്റെ കാര്യം ചോദിച്ചപ്പോൾ I more than happily accepted. I said, if we can do something like this, I want to be part of what we can do next. അതാണ് ആ ടൈറ്റിൽ. Together we can make it big again. You made it big once, you can make it big again. Right? അതുകൊണ്ടാണ് ആ ടൈറ്റിൽ ഞാൻ ചൂസ് ചെയ്തെടുക്കാൻ. ഇപ്പോൾ ഇവിടെ okay, form a new company that markets a new line of Camco chocolates and a new brand name. So form a new company, ഒരു പുതിയ കമ്പനിയുടെ നമ്മുടെ ബ്രാൻഡ് ആയിരിക്കും. Camco ആയിരിക്കും ചോക്ലേറ്റ്സ് പ്രൊവൈഡ് ചെയ്യുന്നത്. നമ്മുടെ ബ്രാൻഡ് നെയിമിൽ അത് അടച്ചിറക്കി നമ്മളുടെ കടകളിൽ ലഭിക്കുന്നു. അതാണ് പ്രപ്പോസൽ. ഇതിലെ ഓപ്പർച്യൂണിറ്റി എന്തുകൊണ്ടാണ്, why are we thinking of something like this? ഒരു ചുരുക്കി പറഞ്ഞു കഴിഞ്ഞു. I present it once again. Chocolate market is over 900 crores per annum in Kerala alone. ഇന്ത്യയിൽ 13,000 ചില്ലാണ് നെറ്റില് കണ്ട ഫിഗേഴ്സ്. 13,000 ചില്ലാണ് കോടിയാണ് ചോക്ലേറ്റ്. അത് ഔദ്യോഗിക മാർക്കറ്റാണ്. അതല്ലാതെ ഇമ്പോർട്ടഡ് ചോക്ലേറ്റ്സ് ബ്ലാക്ക് മാർക്കറ്റിലേക്ക് ഇഷ്ടംപോലെ കാര്യം നടക്കുന്നുണ്ട്. 10% of that makes 90 crores per annum. The chocolate market grows at a rate of 12% എന്നാണ് ഞാൻ നെറ്റിൽ കണ്ട ഫിഗർ. ക്യാംകോയിൽ നമുക്ക് മനസ്സിലായത് 15-16% എന്നാണ്. Annually 15-16% rate of growth ആണ് ചോക്ലേറ്റ് മാർക്കറ്റിനുള്ളത്. So it's doing economic growth in the chocolate is a luxury product. അതനുസരിച്ച് ഗ്രോ ചെയ്യുന്നു. ഇവിടെ ടാർഗറ്റ് ചെയ്യുന്ന റവന്യൂ, നമ്മുടെ പുതിയ കമ്പനിക്ക് ടാർഗറ്റ് ചെയ്യുന്ന റവന്യൂ 10 crores per month within 6 months of operation. ഈ 10 crores എന്ന് പറഞ്ഞാൽ ഒരു വലിയൊരു ഫിഗറേ അല്ല. ഇവിടെ ഇരിക്കുന്ന ഒരു ശക്തി ഉണ്ടല്ലോ, നിങ്ങളുടെ എല്ലാവരും കൂട്ടായ്മയുടെ ഒരു ശക്തി. ഈ 10 കോടി 9 കോടി എന്നുള്ള ഫിഗറിനെ കുറിച്ച് ഞാൻ പറയാം. 30,000 രൂപയുടെ ചോക്ലേറ്റ് ഒരു മാസം വിൽക്കുകയാണെങ്കിൽ, ഇപ്പൊ ഇവിടെ മനസ്സിലാക്കിയത് 15,000 മുതൽ 2 ലക്ഷം വരെ ചോക്ലേറ്റ് സെയിൽ കടകളിൽ നടക്കുന്നുണ്ടെന്നുള്ളത്.
ഏറ്റവും ചെറിയ കടയിൽ വരെ 15,000 സെയിൽ നടക്കുന്നുണ്ട്. വലിയ വലിയ കടകളിൽ 2 ലക്ഷത്തിന്റെ ചോക്ലേറ്റിന്റെ വിൽപ്പനയാണ് നടക്കുന്നത് ഒരു മാസം. അതിൽ 30,000 ഒരു ലോ കൺസർവേറ്റീവ് ഫിഗർ പിടിക്കുകയാണെങ്കിൽ 30,000 രൂപയുടെ സെയിൽ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ തന്നെ 30,000 ഇൻറ്റു ഒരു 3,000 കടകൾ പിടിക്കുകയാണെങ്കിൽ, ഇപ്പൊ ഇവിടെ 10,000-ൽ പരം കടകളുണ്ടെന്നാണ് രാഷ്ട്രീയത്തേക്ക് പറഞ്ഞു കേട്ടത്. അതിൽ 3,000 കടകൾ എടുത്തുള്ളൂ. 3,000 കടകളുടെ 3,000 കടകളുടെ 30,000 രൂപയുടെ സെയിൽ നടക്കുകയാണെങ്കിൽ 9 കോടിയാണ്. So this figure that we're talking about is a conservative figure. ഇത് ഒരു തരത്തിലും ഒരു അതിശയോക്തിയല്ല. ഇത് വളരെ ഇറ്റ്സ് എ പോസിബിൾ ഫിഗർ. ഗിന്നസ് ബുക്ക് റെക്കോർഡ് പോസിബിൾ ആണെങ്കിൽ അതിലും സുഖമായിട്ട് പോസിബിൾ ആണ്. Okay, so the target crore is 10 crores per month within 6 months of operation. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 30,000 സെയിൽ in 3,000 outlets. പിന്നെ ഇതിനുള്ള ഓപ്പർച്യൂണിറ്റി ചോക്ലേറ്റ്സ് മാത്രമാണ്. ഇത് ഇരിക്കുന്നത് നമ്മളുടെ ഓരോരുത്തരും കടകളിലാണ് ഇത് വയ്ക്കുന്നത്. നമ്മളാണ് തീരുമാനിക്കുന്നത് എങ്ങനെ പ്രൊമോട്ട് ചെയ്യണം, എങ്ങനെ മുമ്പിൽ കൊണ്ടുവയ്ക്കണോ, കസ്റ്റമേഴ്സിനെ ഇത് പുഷ് ചെയ്യണോ. ഇതുപോലെ കമ്പനി നമ്മുടെ തന്നെ ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരെയും ഷെയർ ഹോൾഡിംഗ് വെച്ചിട്ട് ഇൻവെസ്റ്റ്മെന്റ്സ് വെച്ചിട്ടാണ് ഈ കമ്പനി ഫ്ലോട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഓണർഷിപ്പും നമ്മുടെയാണ്, അതിൽ നിന്ന് കിട്ടുന്ന ലാഭം നമ്മുടെയാണ്. ഓക്കെ, ഇതിന്റെ എക്സ്പാൻഷൻ എന്ന് പറയുമ്പോൾ ചോക്ലേറ്റ്സ് ജസ്റ്റ് ബിഗിൻ. ക്യാമ്പയിനിലൊക്കെ പോയി കണ്ടു, അവിടുത്തെ പ്രൊഡക്ഷൻ പ്രോസസ്സ് കണ്ടു. We were very impressed with it. They were very impressed with us. I'll go into the details later. ഇനി ഭാവിയിൽ ഇത് എക്സ്പാൻഡ് ചെയ്യാവുന്ന വേഫേഴ്സ്, ബിസ്ക്കറ്റ്സ്, അങ്ങനെ പല പ്രൊഡക്ട്സിലേക്ക് എക്സ്പാൻഡ് ചെയ്യാവുന്നതാണ്. എന്ന് മാത്രമല്ല ഭാവിയിലുള്ള എക്സ്പാൻഷൻ എന്ന് പറയുമ്പോൾ ക്യാമ്പ്കോയുടെ മാത്രം നമ്മൾ ഉണ്ടായേണ്ട കാര്യമില്ല. വേറെ സോഴ്സുകൾ ഇമ്പോർട്ടഡ് ചോക്ലേറ്റ്സ്, അതിനുള്ള ആവശ്യമുള്ള കോൺടാക്ട്സ് ഒക്കെ ഇവിടെയുള്ള പലർക്കും ഉണ്ട്. ബ്രസീലിൽ നിന്നും ബെൽജിയത്തിൽ നിന്നൊക്കെ ചോക്ലേറ്റ്സ് ഇമ്പോർട്ട് ചെയ്ത് ഇവിടെ ബേക്കറികൾ, നമ്മുടെ ബേക്കറികൾ വഴി വിൽക്കാവുന്ന ഒരു സാഹചര്യത്തിലേക്ക് അത് എക്സ്പാൻഡ് ചെയ്യാവുന്നതാണ്. അതായത് ഫ്യൂച്ചർ എക്സ്പാൻഷൻ. പിന്നെ ഇവിടെ ഇൻവെസ്റ്റ്മെന്റ് നമ്മൾ ഞാൻ നൽകിയിട്ടുള്ള ഡീറ്റെയിൽസ് ആയിട്ട് ഒരു 30 കോടിയുടെ ഇൻവെസ്റ്റ്മെന്റ് ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് വിചാരിച്ചിട്ടുള്ളത്. അതിൽ നിന്ന് 10 കോടി വെച്ച് ഒരു മാസം സെയിൽ വരാണെങ്കിൽ 120 കോടിയുടെ ഒരു കൊല്ലത്തെ സെയിൽ. വെരി മോഡസ്റ്റ് റിട്ടേൺ ഓഫ് 10% പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സസ്. വി ആർ ടോക്കിംഗ് അബൌട്ട് 12 crores. 12 കോടി, 30 കോടിയുടെ ഇൻവെസ്റ്റ്മെന്റ് വെച്ച് 12 കോടിയാണ് ഒരു കൊല്ലത്തെ ആദായം പേർ മിനിമം ഉണ്ടാക്കാവുന്നത്. സോ ദാറ്റ്സ് എ വെരി ഗുഡ് റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ്, റൈറ്റ്? 40% ഇൻവെസ്റ്റ്മെന്റ് 40% റിട്ടേൺസ് ആണ് വരുന്നത്. ഓക്കെ, 30 കോടി ഇറക്കി 12 കോടി ലാഭം വരുന്നു. And of course, it's our own product, our control. ഞാൻ already talked about that. ആ സ്ട്രെങ്ത് ആണ് ക്യാമ്പ്കോനെ ഇംപ്രസ് ചെയ്തത്. I'm going to cover that. A very strong and active association. In fact, ഇവിടെ ചിലരൊക്കെ ഈ അസോസിയേഷന്റെ മെമ്പർഷിപ്പിലുള്ള വാല്യൂ എന്താണെന്ന് ക്വസ്റ്റ്യൻ ചെയ്യുന്നു എന്ന് കേട്ടപ്പോൾ ഐ വാസ് സർപ്രൈസ്ഡ്. അങ്ങനെ ഒരു ചോദ്യം ഉദിക്കുന്നില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു ചോദ്യത്തിന് ഒരു പ്രസക്തി ഇല്ല. അത് ഞാൻ പറയേണ്ട കാര്യമില്ല, ഭാരവാഹികൾ പറഞ്ഞു കഴിഞ്ഞു, ഇനി പറയാം. Over 8,000 bakers, the number is below 10,000 എന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. But anyway, ഒരു കൺസർവേറ്റീവ് ഫിഗർ എടുക്കുകയാണെങ്കിൽ 8,000 members involved. There's a wide distribution network in Kerala, over 10,000 outlets, including supermarkets. If you look at the examples, ഈ എക്സാമ്പിൾസ് ഞാൻ വില്ലേജ് ആയിട്ട് ഐസ്ക്രീം സെൽസിൽ over 2,200 outlets. തുടങ്ങിയിട്ട് 2 കൊല്ലം പോലും ആയിട്ടില്ല. കമ്പനി 2,200 outlets ഓൾറെഡി വിൽക്കുന്നതാണ്. പിന്നെ ശങ്കരേട്ടൻ ചിപ്പോ പ്രൊഡക്ട്സ് ഇറ്റ് സെൽസ് ഇൻ over 3,500 outlets. അപ്പോൾ അതുപോലെ ഇവിടെ ഇരിക്കുന്ന പലരുടെയും I'm sure you sell it in multiple outlets, right? There's a wide distribution network possible. ഞാൻ ഈ രണ്ട് എക്സാമ്പിൾസ് സ്പെസിഫിക്കലി എടുക്കാൻ കാരണം വെച്ചാൽ കിരൺ ഞാൻ കൊല്ലങ്ങളായിട്ട് അറിയുന്ന ഒരു വ്യക്തിയാണ്. ശങ്കരേട്ടന്റെ മകൻ ബിജുവിനെ ഞാൻ പരിചയപ്പെട്ടിരുന്നു, ക്യാമ്പസിൽ പോയി പരിചയപ്പെട്ടിരുന്നു. അവർ പറഞ്ഞ ഫിഗേഴ്സ് ഞാൻ ഇവിടെ ഇൻക്ലൂഡ് ചെയ്യുന്നേ ഉള്ളൂ. ഇതേപോലെ തന്നെ പല ഇഷ്ടംപോലെ പ്രൊഡക്ട്സ് ആയിരക്കണക്കിന് ഔട്ട്ലെറ്റ്സിൽ വിൽക്കുന്നതായിട്ട് നിങ്ങൾക്കറിയാം. ഇന്ത്യയിൽ നന്നായി നിങ്ങൾക്കറിയാം. ഞാനിപ്പോൾ വന്നിട്ടുള്ള ഒരു ഫീൽഡിൽ ഡേറ്റ സ്റ്റഡി തുടങ്ങിയിട്ടുള്ളൂ. നിങ്ങൾക്ക് എന്തെങ്കിലും നന്നായി അറിയാം. There's a strong publicity and brand building exercise by the members. ഇതിനൊരു എക്സാമ്പിൾ ആയിട്ട് വെറുതെ മോഡൽ ഉണ്ടാക്കിയിട്ടുണ്ട് പരസ്യങ്ങളുടെയൊക്കെ. അതൊന്ന് സ്വിച്ച് ചെയ്യുകയാണെങ്കിൽ ഇത് വെറുതെ സാമ്പിൾ ഉണ്ടാക്കിയതാണ്. അതായത് ലോഞ്ച് ചെയ്യാൻ പോകുന്ന ഏതൊരു പ്രൊഡക്റ്റും മാർക്കറ്റിലേക്ക് എത്തിക്കണമെങ്കിൽ, ജനങ്ങളിലേക്ക് എത്തിക്കണമെങ്കിൽ ഏറ്റവും പ്രമുഖമായി ചെയ്യേണ്ടത് അഡ്വർടൈസ്മെന്റ്സ് ആണ്. ഇന്നത്തെ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ അഡ്വർടൈസ്മെന്റ്. അതായത് ചോക്ലേറ്റ് എന്നൊക്കെ പറയുമ്പോൾ ഏറ്റവും കൂടുതൽ കൺസ്യൂം ചെയ്യുന്ന ചെറുപ്പക്കാരാണ്. കോളേജിൽ പഠിക്കുന്ന പിള്ളേർ, സ്കൂളിൽ പഠിക്കുന്ന പിള്ളേർ. അവരിലേക്ക് ഏറ്റവും സുഖം എത്താൻ സോഷ്യൽ മീഡിയ അഡ്വർടൈസിംഗ് ആണ്.
അപ്പൊ ഇങ്ങനെ ക്യാച്ചി ആയിട്ടുള്ള അഡ്വർടൈസ്മെന്റ്സ് കിട്ടുക. സോഷ്യൽ മീഡിയയിലൊക്കെ അഡ്വർടൈസ് ചെയ്ത് കഴിഞ്ഞാൽ മെയിൻലി സോഷ്യൽ മീഡിയ ആൻഡ് ത്രൂ അതർ കൺവെൻഷണൽ മീഡിയ ഓൾസോ വളരെ എളുപ്പം ജനങ്ങൾക്ക് ഈ ഐഡിയ എത്തിക്കാൻ പറ്റും, ഈ ബ്രാൻഡ് നെയിം എത്തിക്കാൻ പറ്റും. ഈ കാണിച്ചിരിക്കുന്ന ബ്രാൻഡ് നെയിം ഒക്കെ വളരെ സാമ്പിൾ ഉണ്ട്, അതൊന്നും തീരുമാനിച്ച് ഫൈനലൈസ് ചെയ്തതല്ല. കമ്പനി പോലും ഐഡിയ, കമ്പനിയുടെ പേര് പോലും തീരുമാനിച്ചിട്ടില്ല. ഇത് വെറുതെ സാമ്പിൾ ആയിട്ട് ചെയ്തേ ഫാം ഡയറി എന്നൊക്കെ പറഞ്ഞ് വെറുതെ ചെയ്തേ. അപ്പൊ that's the branding. ആ ഒരു എക്സ്പെർട്ടൈസും അതിനെ പറ്റിയ ടീമും ഉണ്ട്. ഈ വെഹിക്കിളോട് അസോസിയേറ്റഡ് പ്രവർത്തിക്കുന്ന ടീമുകളെ യൂട്ടിലൈസ് ദാറ്റ് ആൻഡ് യു കെൻ മാർക്കറ്റ് ദിസ് പ്രോഡക്റ്റ്. ഈ സ്ട്രെങ്ത് we built on the strengths by a visit to Camco that happened on the 10th of March. We have established a very good rapport with the director of Camco, Mr. Rajagopalan. He was very receptive. He was very friendly. He took us there. He introduced the managing director to us. He introduced the president to us. There was a factory tour given to us. We had a very sumptuous lunch there. We had a meeting in which we made our presentation. They made their presentation. They were very receptive. We made a very good impression, first impression of Camco during that visit. Camco received our proposal positively. So we started off on a very good note. Okay, and that believe me, I've done many projects around the world in many different conditions. It was unusually receptive. It was unusually warm. It started off on a very good note. Our Camco engagement in the where we stand now. We visited the Camco facility in Puttur, Karnataka on the 10th of March. We understood the production process and the dependencies. We presented a high-level proposal to Camco. The response from Camco was very positive. The agreement that we came to with Camco is that Camco will share the production cost with us by end of March. Already the costing work out fine-tuned. Once we get the costing from Camco, the numbers accurate model, accurate business model, business projection. Camco will present it to the board of directors. In fact, date April mid-odu proposal board of directors approval. So far, they are all very positive about the proposal. And then we'll start discussions with Camco, the terms and conditions, details like phone calls, presentations. By end of May, we Camco in the operating model appoints at the slide. And we have to reach an agreement with Camco by the mid of June. Agreement work. Yes, you can go ahead forming the company and agreement. We are ready to work with you, the new company that you form. Then we start the work. Public limited company forming, two offices at a fund size is shareholders 2,000 to 3,000 shareholders will start contacting you all for the funds. Capacity packaging shareholding pattern product and packaging finalization, brand naming, building the storage and distribution network. Distributor, distributor, marketing team, network software evaluation already in fact. Software implementing. Then master ഇനി സാധിച്ചില്ലെങ്കിൽ എല്ലായ്പ്പോഴും നമ്മൾ വിചാരിക്കുന്നത് ഒന്നര മാസം ബഫർ ഇട്ടിട്ടുണ്ട്. അപ്പൊ 4 മാസത്തിനുള്ളിൽ തീർക്കാവുന്ന ആക്ടിവിറ്റീസ് പ്ലസ് 1.5 മാസം ബഫർ, അതെല്ലാം കൂടി ചേർത്ത് 6 മാസത്തിനുള്ളിൽ we should be able to start operations. അപ്പോൾ once we reach an agreement, അതായത് Camco നമ്മുടെ terms and conditions ഒക്കെ ഡിസ്കസ് ചെയ്ത് yes you form a company and go ahead എന്നാലും ഒരു ഗ്രീൻ സിഗ്നൽ കിട്ടി കഴിഞ്ഞാൽ
ഒരു 6 മാസത്തിനകം വി കൻ സ്റ്റാർട്ട് ഓപ്പറേഷൻസ്. ഓക്കെ, അത് കഴിഞ്ഞ് ഒരു 6 മാസത്തിനകം ഒരു 10 കോടിയുടെ സെയില് ഒരു മാസം ഉണ്ടാവുന്ന രീതിയിലാണ് പ്ലാൻ ചെയ്യുന്നത്. എനി ക്വസ്റ്റ്യൻസ് സോ ഫാർ? ഞാൻ പല ബിസിനസ് മീറ്റിംഗ്സിൽ പോയിട്ടുള്ളതാണ്. ആ ക്യാമ്പായിട്ടുള്ള മീറ്റിംഗ് വളരെ സ്മൂത്ത് ആയിരുന്നു. ഇവിടെ ഇരിക്കുന്ന പലരും ഉണ്ടായിരുന്നു. നൗഷാദൊക്കെ ഉണ്ടായിരുന്നു, വിജേഷ് ഉണ്ടായിരുന്നു, കിരൺ, അതുപോലെ ബിജു, നവീൻ, നമ്മളൊരു 19 പേരുണ്ടായിരുന്നു അല്ലേ അന്ന്? അല്ലെ, ഒരു 19 പേരുണ്ടായിരുന്നു. യു ഡിഡ്ന്റ് ബിലീവ് ഹൗ സ്മൂത്ത് മീറ്റിംഗ് വേണ്ടി. ഞാൻ ഇൻഫാക്ട് തലേദിവസം അവിടെ ഒരു റിസോർട്ടിൽ കൂടിയിരുന്നു. നമ്മളെല്ലാവരും കൂടെ എങ്ങനെ നാളത്തെ മീറ്റിംഗ് എങ്ങനെ അപ്രോച്ച് ചെയ്യുന്നത് ആ ഡിസ്കഷനിൽ ഞാൻ എല്ലാവരോടും പറഞ്ഞൊരു കാര്യമുണ്ട്. നമ്മൾ വളരെ സൂക്ഷിക്കേണ്ട ഒരു കാര്യം, കണ്ടമാനം ഡീറ്റെയിൽസും ക്വസ്റ്റ്യൻസൊക്കെ ആയിട്ട് ഈ മീറ്റിംഗ് അങ്ങ് ഡീറെയിലായി പോകുന്നത് അല്ലെ. ഞാൻ പ്രത്യേകം പറഞ്ഞു അതൊന്നും ഉണ്ടായില്ല. സർപ്രൈസിംഗ്ലി സ്മൂത്ത് ആയിട്ടാണ് പോയത്. നമ്മൾ പ്രസന്റേഷൻ കഴിഞ്ഞു, അത് കഴിഞ്ഞ് അവരെ ആ നമ്പേഴ്സും അവരുടെ പ്രോസസ്സും എല്ലാം അവർ എക്സ്പ്ലെയിൻ ചെയ്തു. ഒരു വീഡിയോയിൽ കാണാം, ഇത് കഴിഞ്ഞാൽ ആ വീഡിയോ പ്ലേ ചെയ്യാം. ആ വീഡിയോയിൽ കാണാം, they explained their processes. They gave us a detailed walkthrough of the whole thing and they were very, very positive about this whole thing. നമ്മളെ അവർ ഇംപ്രസ് ചെയ്യാൻ കാരണം എന്താ വെച്ചാൽ നമ്മൾ ചെയ്തിട്ടുള്ള ആക്ടിവിറ്റീസിലാണ്. ഇപ്പോൾ ഞാൻ ഇത് കറക്റ്റ് ചെയ്തൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഞാൻ US ഇപ്പോൾ സിറ്റി ബാങ്കിലാണ് വർക്ക് ചെയ്തത്. അവിടുന്ന് സ്റ്റാൻഡേർഡ് ചാർട്ടേഡിൽ വർക്ക് ചെയ്യാനായിട്ടാണ് ഒരു ഇന്റർവ്യൂ, ടെലിഫോണിക് ഇന്റർവ്യൂ ആയിരുന്നു. സിംഗപ്പൂരിലെ സ്റ്റാൻഡേർഡ് ചാർട്ടേഡിലെ ടെലിഫോണിക് ഇന്റർവ്യൂല് ഇറ്റ് വാസ് വെരി സിമ്പിൾ. ഞാൻ അവിടെ പറഞ്ഞ് ഞാൻ വർക്ക് ചെയ്ത പ്രൊജക്ടിന്റെ ബഡ്ജറ്റ്, ആ പ്രൊജക്ട് എന്തായിരുന്നു, അതിൽ ഞാൻ എന്ത് റോളാണ് പ്ലേ ചെയ്തത്, ഈ 3 കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഇന്റർവ്യൂസ് ഹാഫ് ഡൺ. പിന്നീട് വളരെ സ്മൂത്ത് ഒരു ഫോർമാലിറ്റിയാണ്. അതേപോലെ നമ്മൾ ക്യാമ്പിൽ പോയപ്പോ നമ്മളുടെ മഹത്വം അവിടെ പറഞ്ഞു. നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ നിൽക്കുന്നുണ്ട്. 3 ഇന്റർനാഷണൽ ബേക്ക് എക്സ്പോസ് നടത്തി. 2014, 15, 17 ലിംക ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ പോയി കയറിയിട്ടുണ്ടായിരുന്നു. നമ്മൾ ലോങ്സ്റ്റ് കേക്ക് ഉണ്ടാക്കി, ലോകത്തിലെ ഏറ്റവും ലോങ്സ്റ്റ് കേക്ക് ഉണ്ടാക്കി ഗിന്നസ് ബുക്കിൽ കയറി. ഇത് 2 ആഴ്ചയ്ക്കുള്ളിലാണ് ഇത് ഓർഗനൈസ് ചെയ്തത്. നമ്മുടെ ഇനീഷ്യേറ്റീവ്സ്, നമ്മൾ ഇത് പ്രൊഡക്ഷൻ പ്രോസസ്സിംഗ്, അതുപോലെ ഫുഡ് പ്രൊഡക്ട്സ് അതൊക്കെ സ്റ്റാൻഡർഡൈസ് ചെയ്തു. കണ്ടമാനം കൺസൾട്ടിങ് നടത്തുന്നുണ്ട്, ട്രെയിനിങ് നടത്തുന്നുണ്ട് മെമ്പേഴ്സിന് വേണ്ടി, ബേക്കേഴ്സിന് വേണ്ടി. ഇങ്ങനെയുള്ള ഇംപ്രൂവ് ഫുഡ് ക്വാളിറ്റി, FSSAI ഇത് എന്താ പറയുക മെമ്പർഷിപ്പ് എടുത്ത്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ ഹാഫ് ഡൺ. നമ്മുടെ അച്ചീവ്മെന്റ്സ് പറയാണ് അവിടെ ചെയ്തത്. ആ അച്ചീവ്മെന്റ്സ് പറഞ്ഞു കഴിഞ്ഞാൽ അവർ കൺവിൻസ്ഡ് ആയി, യെസ് ദീസ് പീപ്പിൾ ക്യാൻ ഡു ഇറ്റ് എന്നുള്ളത്. അതുകൊണ്ടാണ് അത്രയും പോസിറ്റീവായിട്ട് റെസ്പോണ്ട് ചെയ്യുന്നത്. ഇൻവെസ്റ്റ്മെന്റ്സ് നേരത്തെ ചോദിച്ച ചോദ്യം, ഒരു 30 കോടി റേസ് ചെയ്യുന്ന പറഞ്ഞാല് 10 ലക്ഷം വെച്ച് 50 പേരിട്ട് കഴിഞ്ഞാൽ 5 കോടി, 3 ലക്ഷം 250 ആളിൽ നിന്ന് 7.5 കോടി, 1 ലക്ഷം 1000 പേര് വെച്ചിട്ട് കഴിഞ്ഞാൽ 10 കോടി, 50,000 1500 പേരിട്ട് കഴിഞ്ഞാൽ 7.5 കോടി. നെക്സ്റ്റ് 30 crores 3,000 ആൾ പോലും വേണ്ട, 2,800 ആൾക്കാർ ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ തയ്യാറാണെങ്കിൽ we can easily pull it off. ഒന്ന് എഴുച്ചെന്ന് നോക്കിയോളൂ, ഫിഗേഴ്സ് കാണുന്നില്ലെങ്കിൽ ഒന്ന് എഴുച്ചെന്ന് നോക്കിയോളൂ. എനി ക്വസ്റ്റ്യൻസ്? നേരത്തെ ചോദ്യം ചോദിച്ചിരുന്നു, ഇത് പോസിബിൾ ആണോ അല്ലേ എന്നുള്ളത്. ഇല്ല, നമ്മുടെ ബ്രാൻഡ് അത് നമ്മുടെ ഇൻഡിവിജ്വൽ ആണ്. ഇദ്ദേഹം ചോദിച്ച ചോദ്യം, ക്യാംകോ ഈ ഇത് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ക്യാംകോന്റെ പേരെന്ത് വരുമല്ലേ എന്നുള്ളതാണ്. ആൻസർ ഇസ് നോ, അത് വരില്ല. ക്യാംകോ ഇപ്പോഴും ക്യാംകോയുടെ ലാർജസ്റ്റ് ഫെസിലിറ്റീസ് ക്യാംകോയിലാണ്. അമൂലിന്റെ ചോക്ലേറ്റ് ഉണ്ടാക്കുന്നുണ്ട്, നെസ്ലേ ഉണ്ടാക്കുന്നുണ്ട്, അവർ കാഡ്ബറിക്ക് എന്ന പ്രോസസ് ഉണ്ടാക്കുന്നുണ്ട്. ആഫ്രിക്കൻ മാർക്കറ്റിലേക്ക് ഫ്രണ്ട്സ് ബ്രാൻഡ് അതിന്റെ പേര് ഞാൻ പറഞ്ഞു. അത് ഇതെല്ലാം ചെയ്യുന്നത് ക്യാംകോയിലാണ്. അപ്പൊ അതൊക്കെ അവരുടെ നെസ്ലയുടെ നോക്കിയാൽ ക്യാംകോയുടെ പേര് എവിടെയാണ്. അപ്പൊ നമ്മുടെ പേര് നമ്മുടെ ബ്രാൻഡായിരിക്കും അത് ഉണ്ടാക്കുന്നത് ക്യാംകോയിലാണ്. ബ്രാൻഡ് നമ്മുടെ മാനുഫാക്ചർ ന്യൂ പ്രോസസ് ഫോളോ ചെയ്യും. ഈ 6 മാസം സമയം പറഞ്ഞു അതിലെല്ലാം നടക്കും. അതായത് പേരിപ്പോ ഒരാളെ തീരുമാനിക്കുന്നത് 8,000 ആളോട് ചോദിക്കാൻ പോകുന്നില്ല, ചോദിച്ചിട്ട് നടക്കില്ല. അതായത് പേരിടുന്നതിന് മുമ്പ് എല്ലാവരും കൺസൾട്ട് ചെയ്യണമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പൊ അത് ഓഫ്കോഴ്സ് കൺസൾട്ടേഷൻ ഉണ്ടാവും. 8,000 ആളായിട്ടില്ല,
ജില്ലാ തലത്തിലാക്കി അത് തീരുമാനിക്കാം. അതൊരു കൺസെൻസസ് വഴി ചെയ്യും. അതല്ലാതെ ഒരു ഏകാധിപത്യമല്ല. എല്ലാവരും ഓക്കെ. ഈ കട ഉടമകളുടെ പ്രോഫിറ്റ് എത്രയാണ്? ഒന്ന് ഇത് ശ്രദ്ധിച്ചോടെ, രണ്ട് തരത്തിലാണ് നിങ്ങൾക്ക് ഇത് വരുന്നത്. ഒന്ന് ഈ ഷെയർ ഹോൾഡേഴ്സ് നിങ്ങൾക്ക് ഇത് വരുന്ന ലാഭം നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്താൽ തോന്നുന്നു പങ്കുവയ്ക്കുന്നത്. അതൊന്ന്. രണ്ടാമത്തെ ബിഗസ്റ്റ് പോയിന്റ്സ് ചോദിച്ചു നന്നായി. ഇതിനുള്ള നമ്മുടെ സ്ട്രെങ്ത് പറയണതായിരുന്നു. അതായത് നേരത്തെ നവീൻ പറഞ്ഞല്ലോ, പല ചോക്ലേറ്റ് കമ്പനികളും തരുന്നത് 8 to 14% ആണ് തരുന്നത്. ഇവിടെ പ്രപ്പോസ് ചെയ്ത് 25% പ്രോഫിറ്റ് ആണ്. റീറ്റെയിലർക്ക് അത് കട വളരെയും 25% പ്രോഫിറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അതായത് ഫൈനലൈസ് ക്യാമ്പ നമ്പേഴ്സ് എന്ന് കഴിയുമ്പോൾ ഇത് നമ്മൾ റഫ് ഹോംവർക്ക് ചെയ്ത് മറ്റുള്ള ഫിഗേഴ്സൊക്കെ എടുത്തിട്ട് നമ്മൾ ഉണ്ടാക്കിയ ഫിഗറിന് 25% പ്രോഫിറ്റ് അത് തീർച്ചയായിട്ടും പറ്റുമെന്നാണ് വിചാരിക്കുന്നത്. കൺഫേം ദാറ്റ് വൺസ് ക്യാമ്പോ gives us the numbers. അടുത്ത ആഴ്ച ക്യാമ്പ് നമ്പേഴ്സ് കോസ്റ്റ് ഒക്കെ തരും. അത് കഴിഞ്ഞാൽ നമുക്ക് കൺഫേം ചെയ്യാൻ. ബേക്ക് എന്ന് പറയുന്ന സംഘടനയായിട്ട് ഒരു ബന്ധവും ഇതിനുണ്ടാവും. ഇത് സെപ്പറേറ്റ് എൻറ്റിറ്റിയാണ്. ഇത് എൻറ്റയർലി ഒരു പബ്ലിക് ലിമിറ്റഡ് കമ്പനി ആയിട്ടാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിൽ ബേക്കിന്റെ മെമ്പേഴ്സിന് മാത്രമാണ് നമുക്ക് ഇനീഷ്യലി കൺട്രോൾ ചെയ്യാൻ പറ്റുള്ളൂ. ഇനീഷ്യലി നമുക്കൊരു റിസ്ട്രിക്ഷൻ വെക്കാൻ പറ്റാമെന്ന് വെച്ചാൽ ഓൺലി ബേക്ക് മെമ്പേഴ്സ് ക്യാൻ ജോയിൻ ദിസ് പബ്ലിക് ലിമിറ്റഡ് കമ്പനി. അങ്ങനെ നമുക്ക് ഇനീഷ്യലി വെക്കാം. ഈ ഇനീഷ്യലി വെച്ച് കഴിഞ്ഞിട്ട് പിന്നെ ഷെയർ വിൽക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ ചോദിച്ചു കഴിഞ്ഞപ്പോൾ ലീഗലി ദേ ക്യാൻ സെൽ ഇറ്റ് ഓഫ്. നമുക്ക് നിർത്താൻ പറ്റില്ല. സ്റ്റാർട്ടിങ്ങിൽ നമുക്ക് ലിമിറ്റ് ചെയ്യാം. നമുക്ക് ബേക്ക് മെമ്പേഴ്സിന് മാത്രമേ കൊടുക്കാൻ പറ്റുള്ളൂ. അത് നമുക്ക് നിർബന്ധമായിട്ട് ബേക്ക് മെമ്പേഴ്സിന് മാത്രമേ കൊടുക്കുള്ളൂ. അതിൻ്റെ ഒരു പോളിസി വെക്കും. മറിച്ച് കൊടുക്കുന്നുണ്ടെങ്കിൽ ബേക്കറി മെമ്പേഴ്സിന് മാത്രമേ ബേക്ക് മെമ്പേഴ്സിന് മാത്രമേ കൊടുക്കാൻ പറ്റുള്ളൂ. ബേക്ക് ആയിട്ട് ഇതിന് യാതൊരു ബന്ധമില്ല. ഇറ്റ്സ് ഡിഫറെന്റ് എൻറ്റിറ്റി. ഇറ്റ്സ് വേറൊരു പബ്ലിക് ലിമിറ്റഡ് കമ്പനി ആയിട്ടാണ് വേറെ വരുന്നത്. ഇതിന് ഡയറക്ടേഴ്സ് ഉണ്ടാവും, അവർ മാനേജ് ചെയ്യാൻ CEO ഉണ്ടാവും, അതിന്റെ പുറത്തുനിന്നുള്ള ഡയറക്ടേഴ്സും കാര്യങ്ങളായിട്ട് അത്രയും പ്രൊഫഷണൽ ആയിട്ടാണ് നമ്മൾ ഈ സാധനം കൊണ്ടുപോകുക. കുട്ടികളുടെ പേര് എടുക്കാൻ പറ്റുമെന്ന് വെച്ചാൽ ബേക്ക് മെമ്പേഴ്സിന് മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ. അതിന് അങ്ങനത്തെ ഒരു റിസ്ട്രിക്ഷൻ നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ വെക്കുന്നത്. നമ്മൾ ചെയ്യുമ്പോഴേ നമ്മുടെ ബ്രാൻഡ് നമ്മുടെ നെയ്മ് വന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ പേരിൽ അവർ ഈ സാധനം അടിച്ചു തരികയാണോ അതോ മെറ്റീരിയൽസ് വന്നിട്ട് നമ്മൾ വേറെ പാക്കേജ് ചെയ്യാണോ? അത് നമുക്ക് ഫാക്ടറി ഇല്ല. നമ്മൾ ഫാക്ടറിയിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ അത് 500 കോടി 600 കോടി രൂപയുടെ ഫാക്ടറിയാണ്. നമുക്ക് പെട്ടെന്ന് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല. അപ്പൊ നമുക്ക് വേണ്ടിയിട്ട് നമ്മളൊരു ബ്രാൻഡ് ക്രിയേറ്റ് ചെയ്തിട്ട് നമുക്ക് അതിന് അടിച്ച പോലെ നമ്മളൊരു പേരൊക്കെ സെലക്ട് ചെയ്ത് ഒരു ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡിൽ നമുക്ക് അതിന്റെ റെസിപ്പി നമുക്ക് മാറ്റാം. നമ്മളതിനൊരു കൺസൾട്ടന്റിനെ വെക്കും. പുറമേ നിന്നുള്ള ഒരു ഇന്റർനാഷണൽ കൺസൾട്ടന്റിനെ വെച്ചിട്ട് നമ്മുടെ സ്റ്റാൻഡേർഡ്സിൽ നമുക്ക് മാർക്കറ്റിൽ വിൽക്കാൻ പറ്റാവുന്ന ക്വാളിറ്റി, നമുക്ക് റേറ്റ് അഫോർഡബിൾ ആയിട്ടുള്ളതും, നമുക്ക് മാർക്കറ്റിൽ ഏറ്റവും വിറ്റ് പോകണം. നമ്മളാണ് മാർക്കറ്റിൽ വിറ്റുകൊണ്ടിരിക്കുന്ന ആൾക്കാർ. നമുക്കറിയാം ഏത് പ്രൊഡക്റ്റ് ഏറ്റവും ഓരോ ജില്ലയിലും ഏറ്റവും പ്രൊഡക്റ്റ് വിറ്റ് പോകുന്നത് ഏത് പ്രൊഡക്റ്റ് ആണെന്നുള്ളത് നമുക്ക് അറിയുന്ന പോലെ വേറെ ആർക്കും ഒരു ഭംഗിയായിട്ട് അറിയില്ല. നമ്മൾ ഒരു ബ്രാൻഡിൽ അവർ നമുക്ക് ഉണ്ടാക്കി തരും. ഞാൻ പറയുന്നത് ഒരു റിസ്ട്രിക്ട് ചെയ്യല്ല. നമ്മൾ ഇമ്പോർട്ടഡ് ചോക്ലേറ്റ് ഫ്രം ബെൽജിയവും അതുപോലെ തന്നെ ടർക്കിയിൽ നിന്നും സാധനങ്ങൾ ഇമ്പോർട്ട് ചെയ്യാനും നമുക്ക് കമ്പനി വലുതാവുന്നതിനനുസരിച്ചിട്ട് നമുക്ക് ബാക്കിയുള്ള സാധനങ്ങൾ ഇമ്പോർട്ട് ചെയ്യും. നമ്മൾ അറിയാത്ത കുറെ ചോക്ലേറ്റ്സ് കാര്യങ്ങൾ പുറത്തുണ്ട്. പുറത്തുനിന്നുള്ള സാധനങ്ങൾ ഇമ്പോർട്ട് ചെയ്തിട്ട് നമ്മുടെ ബ്രാൻഡിൽ മാർക്കറ്റ് ചെയ്യാനുള്ള സംവിധാനങ്ങൾ. അതുപോലെ തന്നെ ഫ്രാൻസിസ് പറഞ്ഞു വേഫേഴ്സ് ഉണ്ട്, ബിസ്ക്കറ്റ്സ് ഉണ്ട്. ഇതൊക്കെ നമുക്ക് മാർജിൻ. ഇപ്പൊ ഫ്രാൻസിസ് പറഞ്ഞു ഞാനൊരു തിരുത്തും കൂടി പറയാണ്. ഫ്രാൻസിസ് പറഞ്ഞു നമ്മുടെ റീറ്റെയിലേഴ്സിന് 25% ആണെന്ന് പറഞ്ഞു. തീർച്ചയായിട്ടും നമ്മൾ 25% കാൽക്കുലേറ്റ് ചെയ്തിരിക്കുന്നത്. നമ്മൾ നോക്കുന്നത് എന്താ വെച്ചാൽ ഇതിൽ ഷെയർ എടുക്കുന്ന എല്ലാവർക്കും 30% കൊടുത്ത് ബാക്കി ഷെയർ കമ്പനിയിലെ മെമ്പേഴ്സ് എല്ലാവർക്കും 25% ആണ് നമ്മൾ റിസ്ട്രിക്ട് ചെയ്യാൻ നോക്കുന്നത്. നമ്മൾ അതിലേക്ക് എത്തിക്കാനാണ് നമ്മൾ ശ്രമിക്കുന്നത്. എല്ലാ ഷെയർ ഹോൾഡേഴ്സിനും നമ്മൾ 30% കൊടുക്കാനുള്ള പ്രോഗ്രാമാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ഒക്കെ വേറെയാണ്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ക്യാഷ് ആൻഡ് ക്യാരി ഉണ്ടാവുള്ളൂ, കണക്ക് കൊടുക്കില്ല. അപ്പൊ അതൊക്കെ അത്രയും സ്ട്രിക്റ്റ് ആയിട്ട് ചിലതൊരു പബ്ലിക് ലിമിറ്റഡ് കമ്പനിയാണ്, കുറെ ആൾക്കാരുടെ പൈസ എടുത്താണ്, വളരെ ശ്രദ്ധിച്ചിട്ടാണ് ഹാൻഡിൽ ചെയ്യാനായിട്ട്. അപ്പൊ ക്യാഷ് ആൻഡ് ക്യാരി ആയിരിക്കും നമ്മുടെ ഡിസ്ട്രിബ്യൂട്ടേഴ്സിനെ കൊടുക്കുക. അതിനുള്ള പ്രോഫിറ്റ് കൊടുക്കാനുള്ള സംവിധാനം അവർക്ക് പൈസ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ മെച്ചമുണ്ടാവുന്ന രീതിയിൽ. നമ്മുടെ മാർക്കറ്റിൽ ഓൾറെഡി അൺനെയിംഡ് ചോക്ലേറ്റ്സ് ഒക്കെ വരുന്നുണ്ട്. നമ്മുടെ ഇപ്പം നമ്മളെന്ന് പറഞ്ഞാൽ 600 കോടിയുടെ ടേൺ ഓവറുള്ള ഡയറി മിൽക്ക് ഉണ്ട്, അല്ലെങ്കിൽ നെസ്ലെ ഉണ്ട്. അതുകൂടാതെ നമ്മുടെ ഇപ്പം തന്നെ നമ്മുടെ ഷോപ്പിലൊക്കെ നമ്മൾ നെയിമില്ലാത്ത ചോക്ലേറ്റ്സ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ ചോദ്യം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചോക്ലേറ്റ് എത്രമാത്രം അതിൽ ഇൻവെസ്റ്റ് ചെയ്ത് അഡ്വർടൈസ്മെന്റ് നമ്മളിപ്പോ കോമ്പറ്റേറ്റ് ചെയ്യുന്നത് ഈ 600 കോടിക്കാരുടെ കൂടെയാണ് കോമ്പറ്റേറ്റ് ചെയ്യുന്നത്. അപ്പൊ ആ ഒരു ചോദ്യം അതിലൊരു കറക്റ്റ് ആയിട്ട് ഒരു ചെക്ക് ഉണ്ടായിരിക്കും, പ്ലാനിങ് ഉണ്ട്. അതിന് കറക്റ്റ് ആയിട്ട് നമ്മൾ എത്ര പെർസെന്റേജ് ആണ് നമ്മുടെ മാർക്കറ്റ് ഷെയറിന്റെ പെർസെന്റേജ് അനുസരിച്ചിട്ടാണ് ആഡ്സും കാര്യങ്ങളും വരിക.
അതിനൊരു പെർസെൻറ്റേജ് കറക്റ്റ് ആയിട്ടുണ്ടാവും. അതൊരു പ്രൊഫഷണൽ രീതിയിലേക്ക് പോവാം. ആൻഡ് അത് മാത്രമല്ല, മാർക്കറ്റിൽ നോബിൾ ആയിട്ടുള്ള സാധനം തന്നെയായിരിക്കും അഡ്വർടൈസ് ചെയ്തിട്ട് ഒരു ബ്രാൻഡ് ക്രിയേറ്റ് ചെയ്തിട്ട് നമ്മൾ വിൽക്കുള്ളൂ. മാത്രമല്ല ഈ ബ്രാൻഡ് ക്രിയേറ്റ് ചെയ്യുന്ന നമ്മൾ ഓരോരുത്തരാണ്. നമുക്കറിയാത്തൊരു സത്യമുണ്ട്, 900 കോടി എന്ന് പറയുന്ന മാർക്കറ്റിൽ 600 കോടി വിൽക്കുന്ന ബേക്കറിക്കാരാണ്. നിങ്ങൾക്കറിയാം, 900 കോടി മാർക്കറ്റിൽ കേരളത്തിൽ വിൽക്കുന്ന ചോക്ലേറ്റ് ഞാൻ പഠിച്ചിട്ടാണ് പറയുന്നത്. നമ്മൾ ആരും ശ്രദ്ധിക്കാത്ത, ഞാൻ എല്ലാ ജില്ലയിലെയും വിളിച്ചിരുന്നു, കുറെ പേരെ ഒരൊക്കെ ഞാൻ വിളിച്ച ഓരോ മാർക്കറ്റിൽ നമ്മൾ പഠിച്ചിരുന്നു. ഈ പഠിച്ചു കഴിഞ്ഞിട്ട് 600 കോടി രൂപയുടെ മേലെ ചോക്ലേറ്റ് വിൽക്കുന്നത് നമ്മുടെ ബേക്കറി കമ്പനി, നമ്മുടെ സ്ട്രെങ്ത് നമുക്കറിയില്ല. നമ്മൾ ആ ഇവിടെ ഇരിക്കുന്നവർ ആരും ചന്ദ്രകാരങ്ങളുണ്ട്. ഈ കമ്പനികൾ മുഴുവൻ ഡെവലപ്പ് ചെയ്യുന്നത് നമ്മൾ ഇത് കൊടുത്തിട്ട് തന്നെയാണ്. നമുക്ക് എന്തുകൊണ്ട് നമുക്ക് തന്നെ വലുതായിക്കൂടെ? നമ്മളെന്നും ഒരു ബേക്കറിയിൽ ഇരുന്നിട്ട് അവിടെ വിൽക്കുന്ന ഒരാളായിട്ട് നമുക്ക് വേറെ നാളെ ചിന്തിക്കാൻ നമുക്ക് പറ്റാത്ത നമുക്കൊരു കമ്പനി ഉണ്ടാക്കിയിട്ട് നമുക്ക് ചെറിയ പെർസെന്റേജ് അതിൻ്റെ ഷെയർ കിടക്കട്ടെ ചെയ്താൽ നമുക്ക് തീർച്ചയായിട്ടും ഞാൻ പറയാം, നമ്മുടെ ഒരു കാൽക്കുലേഷൻ അനുസരിച്ചിട്ട് വിത്തിൻ 4 years നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തതിന്റെ നമ്മൾ എത്ര ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടോ അതിന്റെ 4 years 4 കൊല്ലം വേണ്ടി വരില്ല. ഞാൻ പറയുന്നത് 4 കൊല്ലത്തിനുള്ളിലെങ്കിലും ആ പ്രോഫിറ്റ് തിരിച്ചു വരാവുന്ന രീതിയിലേക്കാണ് നമ്മുടെ കാൽക്കുലേഷൻ പോകുന്നത്. കറക്റ്റ് ആവുകയാണെങ്കിൽ എല്ലാവരും സഹകരിച്ച് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആ സെയിൽസ് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ തീർച്ചയായിട്ടും നല്ലൊരു പ്രോഫിറ്റ് തന്നെ വരും. നമുക്ക് കടയിൽ വിൽക്കുന്നതാണെങ്കിലും 30%. ഇപ്പൊ എനിക്ക് തോന്നുന്നത് നമ്മുടെ പ്ലാനിങ് മൂവ് ചെയ്തോട് കൂടിയിട്ട് തന്നെ കമ്പനിക്കാര് ഓൾറെഡി പെർസെന്റേജ് കൂട്ടി വന്നുകൊണ്ടിരിക്കും. അപ്പൊ തീർച്ചയായിട്ടും നമ്മുടെ ഇതിലൊരു പ്രോഫിറ്റ് മാർജിൻ ഉണ്ടായിരിക്കും. നമ്മൾ പഠിച്ചിട്ടിരിക്കുകയാണ്. നമ്മളിതൊക്കെ ഒരു 2 ആഴ്ചയിലുള്ളിൽ കാൽക്കുലേറ്റ് കറക്റ്റ് ആയിട്ടുള്ള ന്യൂസ് കിട്ടും. അതിനനുസരിച്ച് കറക്റ്റ് പ്രൊജക്ട് ഒന്നുകൂടി നമ്മൾ വിളിക്കും. ഇത് ഒന്നുകൂടി ഞാൻ ആവർത്തിച്ച് പറയാതെ, ബേക്ക് ആയിട്ട് ഒരു ബന്ധം ഉണ്ടാവില്ല. ബേക്കിന്റെ പ്ലാറ്റ്ഫോമായി യൂസ് ചെയ്യുന്ന ബേക്ക് മെമ്പേഴ്സിന് മാത്രമാണ് നമ്മൾ ഷെയർ ചെയ്യുന്നത്. അത് എൻ്റർലി വേറെയാണ്, ആ 2 എൻറ്റിറ്റി വേറെയാണ്. ഞാൻ ഫ്രാൻസിസ് ഒന്ന് കംപ്ലീറ്റ് ചെയ്തോട്ടെ, നിങ്ങൾ കണ്ടിരിക്കുകയാണ്. അതിനോട് ചേർത്തൊരു കാര്യം ഞാൻ പറയുന്നത്, നമ്മൾ എന്തും തുടങ്ങുമ്പോൾ, ഇപ്പോ ഞാൻ IT ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്ത ആളാണ്. ഇത്രയും കാലം IT ഇൻഡസ്ട്രിയിലായിരുന്നു. ഞാൻ ജോയിൻ ചെയ്തതിന് മുമ്പ് ഒരു 93-ല് US കമ്പനീസിന്റെ CEOസിനോട് ചോദിക്കുക, നിങ്ങൾ IT ഇന്ത്യയിലേക്ക് ഔട്ട്സോഴ്സ് ചെയ്യുന്നോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ ചിരിക്കുകയാണ് ചെയ്യുക. എനിക്കിവിടെ IBM ഉണ്ട്, EDS ഉണ്ട്, വേറെ ഇഷ്ടംപോലെ കമ്പനീസ് ഉണ്ട്. എന്തിനാണ് ഇന്ത്യയിൽ 12 മണിക്കൂർ ആഗ്രഹം ഇന്ത്യയിലേക്ക് ഞാൻ വർക്ക് അയക്കുന്നത് എന്നായിരിക്കും റെസ്പോൺസ്. 10 വർഷത്തിന് ശേഷം 2003-ല് ഇതേ ചോദ്യം CEOസിനോട് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ത്യയിലേക്ക് വർക്ക് അയച്ചില്ലെങ്കിൽ ഞാനവിടെ പൊളിഞ്ഞു പോകുന്നതാണ്. ആ നിലയ്ക്കായി മാറിയത്, ഒരു ഇൻഡസ്ട്രി മുഴുവൻ മാറിയത് 10 വർഷം. കാര്യങ്ങൾ സ്ട്രീംലൈൻ ചെയ്ത് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ, അതായത് പലപ്പോഴും ഞാൻ നേരത്തെ ഒന്നിയുടെ പേരോട് സംസാരിക്കുമ്പോൾ പറഞ്ഞതാണ്, പലപ്പോഴും ഫിനാൻഷ്യൽ പ്ലാനിങ്ങുകളിൽ പല പ്രൊജക്ട്സും പൊളിഞ്ഞു പോകുന്നു. നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ ഫിനാൻസ് വെച്ചാണ്. അതായത് ആദ്യം ക്യാപ്കോനോട് ചോദിച്ചിരിക്കുന്ന നമ്പേഴ്സ് തരാനാണ് ചോദിച്ചത്. ആ നമ്പേഴ്സിന്റെ ബേസിസിൽ കാര്യങ്ങൾ വർക്ക്ഔട്ട് ചെയ്ത് അവിടെ നിന്നായിരിക്കും പ്രൊസീഡ് ചെയ്യുന്നത്. സോ ഇറ്റ്സ് ഒരു സോളിഡ് ഫൗണ്ടേഷനിലാണ് നമ്മൾ പോകുന്നത്. ഓക്കെ, പ്രൊജക്ട് ബഡ്ജറ്റ് എന്ന് പറഞ്ഞാൽ, ഓക്കെ, ഞാൻ നമ്പേഴ്സിനെ കുറിച്ച് പറഞ്ഞു. ഇത് റഫ് ആയിട്ടുള്ള ഒരു സമ്മറിയാണ് അവിടെ കാണിക്കുന്നത്. ഇതിലൊക്കെ കൂടുതൽ വർക്ക് ചെയ്തിട്ടുണ്ട്. നമ്മൾ എക്സൽ ഷീറ്റ്സും കാര്യങ്ങളൊക്കെ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. ഒരു ഏകദേശം, അതായത് 2 ആയിട്ട് തരംതിരിച്ചിരിക്കുന്നത് അവിടെ. ഫിക്സ്ഡ് വൺ ടൈം കോസ്റ്റ്, ഇത് ഈ ഫിഗർ ഒക്കെ കാണുന്ന ലക്ഷങ്ങളിലാണ്. പിന്നെ ഒരു 2 മാസത്തെ വർക്കിംഗ് ക്യാപിറ്റൽ ഇവിടെ പഠിച്ചിട്ടുണ്ട്. അപ്പോ പുതിയ മൗൾഡ്, അതായത് നമ്മുടെ ബ്രാൻഡ് നെയിം വെച്ച് ഇറക്കാനുള്ള മൗൾഡുകൾക്ക് സ്റ്റാർട്ട് വിത്ത് വിൽ ഓർഡർ 5 ഓഫ് ദം. 5 സെറ്റ് മൗൾഡുകൾ, 5 ടൈപ്പ് ചോക്ലേറ്റിന്. അതൊരു 10 എണ്ണം, 1 കോടി രൂപ, 100 ലക്ഷം രൂപ. ലോജിസ്റ്റിക്സിനുള്ള വണ്ടികൾ, അത് 1 കോടി രൂപ. ഇതൊക്കെ വൺ ടൈം കോസ്റ്റ് ആണ് ടു സ്റ്റാർട്ട്. സെറ്റപ്പ് കോസ്റ്റ് എന്ന് പറയുന്നത്. റെന്റിന്റെ അഡ്വാൻസ് 2 വെയർഹൗസ് വേണ്ടി വരും. മിക്കവാറും ഒന്ന് കുറച്ച് നോർത്തിലേക്ക്, ഇപ്പോൾ മംഗലാപുരം ഏരിയയിലുള്ള ക്യാമ്പ് കിടക്കുന്നത്. അപ്പോൾ കോഴിക്കോടോ കണ്ണൂർ ആ ഒരു ഭാഗത്ത് ഒരെണ്ണം വേണ്ടി വരും. കുറച്ച് സെന്ററിൽ തൃശ്ശൂർ അല്ലെങ്കിൽ ആ ഒരു എറണാകുളത്തായിട്ട് ഒരെണ്ണം വേണ്ടി വരും. അങ്ങനെ 2 വെയർഹൗസ്, അതിന് 2 കൂടി ഒരു 40 ലക്ഷം രൂപ അഡ്വാൻസ്, റെന്റിന്റെ അഡ്വാൻസ്. കൂലിംഗ് ഫെസിലിറ്റി 2 വെയർഹൗസിലേക്ക് വേണ്ടിയിട്ട് 60 ലക്ഷം. ആദ്യം തന്നെ ബൂസ്റ്റിംഗ് ആഡുകൾ കൊടുക്കും. 1 കോടി ആഡിനെ ഇൻവെസ്റ്റ് ചെയ്യും നമ്മൾ. ദാറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. കാരണം ആളുകൾക്ക് ഒരു ബിഗ് ബാങ്ക് രീതിയിൽ സ്റ്റാർട്ട് ചെയ്താലേ ഉയർത്തി കാണാൻ പറ്റും. അപ്പൊ അതിന് മാത്രമായിട്ട് 1 കോടി മാറ്റി വെച്ചിട്ടുണ്ട്. പാക്കിംഗ് മെറ്റീരിയലിന്റെ ഇനീഷ്യൽ ആയിട്ട് 50 ലക്ഷം. പ്രൊഡക്റ്റ് പാക്കിംഗ് ഡിസൈൻ ചെയ്യാൻ 10 ലക്ഷം. സോഫ്റ്റ്വെയർ പർച്ചേസ് 10 ലക്ഷം. അതുകൂടാതെ മന്ത്ലി സബ്സ്ക്രിപ്ഷൻ ഉണ്ടാക്കി അങ്ങനെ ആ ഒരു മോഡലാണ് പല സോഫ്റ്റ്വെയർ കമ്പനീസും ചെയ്യാം.
റെന്റ് അഡ്വാൻസ് ക്യാമ്പോയുടെ അടുത്തൊരു ഓഫീസ് വേണം നമുക്ക്. അപ്പൊ അതിനൊരു ഒരു ചെറിയ ഓഫീസ് ജസ്റ്റ് കോർഡിനേറ്റ് ക്യാമ്പോ. പിന്നെ മിസ്ലേനിയസ് എക്സ്പെൻസസ് നമ്മൾ ഇതുവരെ ഫോഴ്സ് ചെയ്യാൻ പറ്റുന്ന പല വക എക്സ്പെൻസുകൾ, അതിന് 10 ലക്ഷം. ഇതൊന്നും കൂടാതെ നമ്മൾ ടു മേക്ക് ഷുവർ ദാറ്റ് ഇറ്റ് ഡസന്റ് ഫെയിൽ ഒരു ബഫർ കൂടി കൊടുത്തിട്ടുണ്ട്. 15 നമ്മൾ ഇതുവരെ എല്ലാം നമ്മൾ വിചാരിച്ച പോലെ പോകണമെന്നില്ലല്ലോ. അപ്പൊ ഫോഴ്സ് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളൊക്കെ അതിന്റെ ഒരു 15% നീക്കി വെക്കണം. അപ്പൊ വളരെ സേഫ് ആയിട്ട് ഫിനാൻസ് വർക്ക്ഔട്ട് ചെയ്യുന്നത് മനസ്സിലായി. അതുകൊണ്ട് ഞാൻ ബഫർ പറയാൻ അതൊരു 63 ലക്ഷം. ഇതെല്ലാം 5,57,00,000 വരുന്നു. വൺ ടൈം സെറ്റപ്പ് കോസ്റ്റ്. വർക്കിംഗ് ക്യാപിറ്റലിന് ഒരു 14 കോടിയാണ് മാറ്റി വെച്ചിരിക്കുന്നത്. അതിൽ ഏറ്റവും കൂടുതൽ പോകുന്നത് ചോക്ലേറ്റ് സോഴ്സ് ചെയ്യാൻ ക്യാമ്പ്. നമ്മൾ $75 ടൺ ചോക്ലേറ്റ് സോഴ്സ് ചെയ്യണമെങ്കിൽ ക്യാമ്പുകളിൽ സോഴ്സ് ചെയ്യണമെങ്കിൽ അത് റഫ്ലി ഒരു 7-7.5 കോടി രൂപയാണ്. അപ്പൊ ഒരു മാസത്തെ അത് തന്നെ നീക്കി വെക്കണം. അത് കിട്ടുന്നത് റണ്ണിംഗ് തുടങ്ങും. അപ്പൊ ഞാൻ പറയുന്നത് എന്താ വെച്ചാൽ ഫിനാൻസ് ക്യാഷ് ഫ്ലോ വളരെ കൃത്യമായി ഫോർകാസ്റ്റ് ചെയ്ത് അതിനനുസരിച്ച് കൺട്രോൾ ചെയ്ത് മോണിറ്റർ ചെയ്ത് കൺട്രോൾ ചെയ്ത് പോകാവുന്ന രീതിയിലാണ് സെറ്റ് ചെയ്ത് കൊണ്ടുവരുന്നത്. ഓക്കെ, അങ്ങനെയാണ്. പ്ലസ് നമ്മൾ ഫ്യൂച്ചർ എക്സ്പാൻഷനാണ് ബാക്കി 30 കോടി എന്ന് പറയുന്നത് ബാക്കിയുള്ള എമൗണ്ട്. ഇത് രണ്ടും കഴിഞ്ഞ് ബാക്കിയുള്ള എമൗണ്ട് ഫ്യൂച്ചർ എക്സ്പാൻഷൻ ആയിട്ട് നീക്കി വെക്കുന്നത്. അപ്പൊ വളരെ പ്ലാൻഡ് ആയിട്ടുള്ള രീതിയിൽ കൊണ്ടുപോകാനുള്ളത് അതാണ് ഈ പ്രൊപ്പോസൽ. ഓക്കെ, എനി ക്വസ്റ്റ്യൻസ്? വല്ല സംശയങ്ങളുണ്ടോ? ഗ്യാരണ്ടി ഉണ്ട്. വോളിയം സ്കേലബിലിറ്റി, അതായത് 10 കോടിയുടെ സെയിൽ നാളെ 25 കോടി ആവുകയാണെങ്കിൽ അവർക്ക് സപ്ലൈ ചെയ്യാൻ സാധിക്കും. നെസ്ലേക്കും അമ്പുള്ള ക്വാളിറ്റി സപ്ലൈ ചെയ്യുന്ന ആൾക്കാരുണ്ട്. അവർക്കൊക്കെ കൊടുത്തതിന് ശേഷം ഇപ്പൊ 3 ഷിഫ്റ്റ് ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ അത് എവിടേക്കാണ് എങ്ങനെ എക്സ്പെൻഡ് അവർക്ക് പെട്ടെന്ന് ഒരു 10 കോടി എക്സ്പാൻഷൻ വന്നു കഴിഞ്ഞാൽ അവർക്ക് സപ്ലൈ ചെയ്യാൻ സാധിക്കും. ഇന്ന് ഓർഡർ വെച്ച് കഴിഞ്ഞാൽ എന്നത്തേക്കാണ് സപ്ലൈ ചെയ്യാൻ സാധിക്കും. അപ്പൊ ഇതെല്ലാം നമ്മൾ ചാർട്ട് ഔട്ട് ചെയ്തിട്ടാണ് തുടങ്ങുക. പിന്നെ പേയ്മെന്റ് ടേംസ്, റിട്ടേൺ പോളിസി, ഡാമേജ് പ്രൊഡക്ട്സ് വന്നു കഴിഞ്ഞാൽ നഷ്ടം നമ്മുടെയാണോ അവരുടെയാണോ, അത് പ്രൊഡക്റ്റ് ഗ്യാരണ്ടിയിൽ വിടുന്നത്, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും കവർ ചെയ്തുകൊണ്ടാണ് നമ്മൾ മുന്നേറാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അത്രേ ഉള്ളൂ എന്റെ ഭാഗത്ത്. അത്രേ ഉള്ളൂ. പല റേഞ്ച് പ്രോഡക്ട്സ് ഉണ്ട്. അതിൽ മെയിൻ ആയിട്ട് പറയുകയാണെങ്കിൽ 2 തരം ചോക്ലേറ്റ്സ് ഉണ്ട്. ഒന്ന് കൊക്കോ ബട്ടർ വെച്ചുണ്ടാക്കുന്നത്, പ്യൂർ ചോക്ലേറ്റ്സ്. വെറൈറ്റി ചോക്ലേറ്റ്സ് കൊക്കോ ബട്ടർ വെച്ചുണ്ടാക്കുന്നത്, അത് ഫ്രിഡ്ജിൽ വെക്കുന്ന പ്രോഡക്റ്റാണ്. പിന്നെ കൊക്കോ പൗഡർ വെച്ചുണ്ടാക്കിയ ചോക്ലേറ്റ് ഉണ്ട്. ഇതൊക്കെ കാൽക്കുലേറ്റ് പോലെ വളരെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. കൊക്കോ പൗഡർ വെച്ച് ഉണ്ടാക്കിയ ചോക്ലേറ്റ്സ് ഫ്രിഡ്ജിൽ വെക്കുന്ന ആവശ്യമില്ല. ഈ അരിയുടെ മഞ്ചൊക്കെ വരുന്നത് അപ്പൊ അത് നമുക്ക് എല്ലാ റേഞ്ച് പ്രൊഡക്ട്സ് ഉണ്ടായിരിക്കും. പ്രീമിയം പ്രൊഡക്ട്സ് ഉണ്ടായിരിക്കും, ഫ്രിഡ്ജിലേക്ക് പ്രൊഡക്റ്റ് ഉണ്ടായിരിക്കും, പുറത്തേക്ക് പ്രൊഡക്റ്റ് ഉണ്ടായിരിക്കും. ഇന്നിപ്പോ നിങ്ങൾ നോക്കുമ്പോൾ ഫിഗേഴ്സും കാര്യങ്ങളൊക്കെ കണ്ട് ചിലപ്പോൾ പലരും പഠിച്ചിട്ടുണ്ടാവും. കാരണം അതിന് അടുത്ത എത്ര കോടി 30 കോടി എന്നൊക്കെ നമ്മൾ 5 ലക്ഷം റുപ്യ എടുക്കാൻ ബുദ്ധിമുട്ടുള്ള ആൾക്കാരായിട്ട് നമ്മൾ ചില സമയത്ത് നമ്മൾ എത്തുന്ന സമയത്തായിരിക്കും ഈ 30 കോടി പിന്നെ 60 കോടി ബിസിനസ് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടാവും. ആകെ ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും. ഈ കൺഫ്യൂഷൻ മാറ്റാൻ നിങ്ങൾ വളരെ സ്വസ്ഥമായിട്ട് ചിന്തിച്ചു നോക്കുക. ഇത് മുഴുവൻ നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്ന ഈ ഒരു കമ്മ്യൂണിറ്റിയുടെ ബലത്തിലാണ്. നേരത്തെ പറഞ്ഞ മാതിരി എത്ര ദിവസം കൊണ്ട് നമ്മൾ എക്സിബിഷൻ ചെയ്തു, എത്ര ദിവസം കൊണ്ട് നമ്മൾ ഗിന്നസ് ബുക്കിൽ റെക്കോർഡ് നേടി, ഇതൊക്കെയാണ് നമ്മുടെ സ്ട്രെങ്ത്. ഈ സ്ട്രെങ്ത് നമ്മൾ മറക്കരുത്. ഇത് പറഞ്ഞ ആദ്യമായിട്ട് എനിക്ക് ഓർമ്മ വന്നത് ഈ ഒരു വലിയൊരു ഐഡിയ ഡിസ്കസ് ചെയ്തപ്പോൾ എന്റെ മനസ്സിലേക്ക് ആദ്യം വന്നത് ഒരു 15 വർഷം മുമ്പ്, 16 വർഷം മുമ്പ് ഞങ്ങൾ എറണാകുളത്ത് താമസിക്കുന്ന മലബാറുകാരായിട്ടുള്ള കുറച്ച് ആൾക്കാർ ചെറിയൊരു ഫാമിലി ക്ലബ് ഉണ്ട്. അപ്പൊ അതിന് നമ്മൾ പരസ്പര സഹായങ്ങൾ ചെയ്ത് കുറച്ച് ഫണ്ടൊക്കെ ഇട്ടിട്ടുണ്ട്. ആ ഫണ്ട് 10-25 ലക്ഷം രൂപയായി. അന്ന് നമ്മുടെ ലീഡർ അന്ന് ശങ്കരേട്ടൻ തന്നെയാണ്. ശങ്കരേട്ടൻ പറഞ്ഞു 25 ലക്ഷം രൂപയുണ്ട് ബൈപ്പാസിന്റെ സൈഡിൽ. ബൈപ്പാസ് ഇന്നിപ്പോ കണ്ടെയ്നർ ടെർമിനൽ റോഡിന്റെ ആ ഭാഗത്ത് 1 ഏക്കർ സ്ഥലമുണ്ട്. ഈ 20 ലക്ഷം രൂപ കിട്ടുന്നു. അന്ന് ഞങ്ങളെ കൂടെയുള്ള നമുക്ക് മലബാറുകാരുടെ കൂടി പറഞ്ഞാൽ ഞങ്ങളെ പിയാമാര് അന്ന് അതിനെ ഇങ്ങോട്ട് എതിർത്തു. ഇയാൾ അങ്ങനെയല്ല ഇങ്ങനെയാ മറ്റോ മനസ്സിലായി. ഇന്ന് ആ പ്രോപ്പർട്ടിന്റെ വില എത്രയാണ്? ഈ 1 ഏക്കർ സ്ഥലത്തിന്റെ വില എത്രയാണ്? 300 കോടി രൂപയാണ്. ഞങ്ങൾ ആരായിരുന്നു? ഈ ഒറ്റ കാര്യമാണ് കിരണിന്റെ ഈ കാര്യം പറഞ്ഞാൽ എന്റെ മനസ്സിലേക്ക് അതല്ലേ 15 വർഷം കൊണ്ടുള്ള വ്യത്യാസം. ഇപ്പൊ ഇന്ന് നിങ്ങളെ കാണുന്ന ഫിഗേഴ്സ് ഒന്നും ഫിഗേഴ്സ് അല്ലാതായി. നാളെ ഒരു പക്ഷേ നമ്മുടെ കോമ്പറ്റീറ്റീവ് കമ്പനി നമ്മുടെ കമ്പനി വാങ്ങിയേക്കാം. അതും ചുമതലക്കൊന്നായിരിക്കും. ബിഗ് ഓപ്പർച്യൂണിറ്റി മനസ്സിലായോ? ഇപ്പൊ എത്ര കമ്പനികൾ കേരളത്തിലുള്ളത്? ബൈജൂസ് ആപ്പിന്റെ ഇൻവെസ്റ്റ്മെന്റ് എത്രയാണ് വന്നിരിക്കുന്നത്? നിങ്ങൾ ആലോചിക്കും. ഇപ്പൊ കല്യാൺ ജുവലറി ഷെയർ ഫ്ലോട്ട് ചെയ്ത് 1750 കോടി അല്ലേ?
ഈ ഫിഗേഴ്സ് നമ്മൾ ഒരു സാധാരണ ബേക്കറിക്കാരനായിട്ട് നമ്മുടെ വീട്ടിൽ അല്ലെങ്കിൽ നമ്മുടെ പിന്നെ കടയുടെ ക്യാഷ് കൗണ്ടറിൽ മാത്രം ഇരുന്ന് 50,000, 1 ലക്ഷം, 2 ലക്ഷം മാത്രം കച്ചവടം ചെയ്യുന്ന ഒരാളായി ചിന്തിച്ചാൽ ഇത് മുന്നോട്ട് പോകില്ല. നമ്മൾ വലുതായി ചിന്തിക്കണം. കാരണം വലിയൊരു ശക്തി, നമ്മൾ ഒറ്റയ്ക്കല്ലല്ലോ, ഒരു വലിയ ശക്തിയാണ് നമ്മുടെ കൂടെ ഉള്ളത്. ഇത് മനസ്സിലുണ്ടായിട്ട് ഈ ശക്തിയെ പറ്റി ആലോചിച്ചിട്ട് നിങ്ങൾ തീരുമാനം എടുക്കുക. അത് സ്വന്തമായിരിക്കുക. എത്ര പണം എങ്ങനെ വരുന്നത് നിങ്ങൾ ഒരു ടെൻഷനും വേണ്ട, എല്ലാം സംഭവിക്കും. ഞാൻ ഈ എക്സാമ്പിൾ പറയാൻ കാരണം എന്റെ ഹൃദയത്തിൽ വളരെ നല്ലൊരു കാര്യമാണ്. ഇന്ന് ആ പ്രോപ്പർട്ടി നമ്മുടെ അസറ്റായി ഇരുന്നെങ്കിൽ എന്താകുമായിരുന്നു ഞാൻ എപ്പോഴും ആലോചിക്കാൻ. കൈവിട്ട് വേഗം പോയി. ഈ ഒരു സംഗതി കൈ പിടിക്കരുതെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഓക്കെ, മെമ്പർഷിപ്പിന്റെ ഒരു കാര്യം കൂടെ. ഈ മെമ്പർഷിപ്പ് ഫോം കയ്യിലിരിക്കുന്നത് നിങ്ങളെ പുതിയ മെമ്പർഷിപ്പാണ് കേട്ടോ. നമ്മൾ ഇതിന് മുന്നേ ഉള്ള മീറ്റിംഗിൽ തീരുമാനിച്ചിരിക്കുന്നത് എന്താ, 15 വർഷം കഴിയുമ്പോൾ 15 വർഷം കഴിഞ്ഞ സമയത്ത് നമ്മുടെ എല്ലാ മെമ്പർഷിപ്പും അസാധുവായി. അപ്പൊ ഇപ്പൊ നിങ്ങൾ മെമ്പർഷിപ്പ് ഇല്ലാത്ത ആൾക്കാരാണ്. ഇത് ഫോം ഫില്ല് ചെയ്ത് മെമ്പർഷിപ്പ് എടുക്കണമെന്നാണ് അഭ്യർത്ഥിക്കുന്നത്. അത് നമ്മളെല്ലാവരും പറയുമ്പോൾ മെമ്പർഷിപ്പ് ഇതുവരെയുള്ള മെമ്പർഷിപ്പ് നമ്മൾ ഇതുവരെ പൈസ തീർന്നിരിക്കുന്നു. ഇത് ഫ്രഷ് ആണ്. എല്ലാ വർഷവും ഈ 1000 കൊടുത്ത് മെമ്പർഷിപ്പ് പുതുക്കിക്കൊണ്ടിരിക്കുന്നു. ഓക്കെ, ഈ ഫോം പഴയ ഫോമാണ്. ഞാൻ ഇന്നലെ രാത്രി പറയുമ്പോൾ ഞാൻ പുതിയ ഫോം അടിക്കാൻ പറഞ്ഞതാണ്. പക്ഷെ അത് എന്തോ മിസ്റ്റേക്ക് കൊണ്ട് പഴയ ഫോമിൽ വന്നിരിക്കുന്നത്. അതിൽ ലൈഫ് മെമ്പർഷിപ്പ് വന്നിട്ടുണ്ട്. പക്ഷെ അതൊന്നും വേണ്ട. നമുക്ക് ആ കൂടെയൊക്കെ കറക്റ്റ് ആയിട്ട് ഒരു പെട്ടെന്ന് ഉണ്ടാക്കിയ ഒരു സ്ട്രക്ചർ ആയിരുന്നു. നമുക്ക് അതിൽ വേണ്ടതെന്ന് വെച്ചാൽ അഡ്രസ്സ്, ഫോൺ നമ്പർ, ഏതാ ജില്ല, അത്രയും കാര്യങ്ങൾ. ഫോൺ നമ്പർ, അഡ്രസ്സ്, ഏതാ ജില്ല, ആ കാര്യങ്ങൾ വെച്ചിട്ടുണ്ട്. എഴുതി തന്നാൽ അഡ്രസ്സ് കാര്യങ്ങൾ പക്കയായിരിക്കണം. ID കാർഡ് അയക്കാനുള്ളതാണ്. അപ്പൊ തീർച്ചയായിട്ടും ആ കാര്യങ്ങൾ ഫില്ല് ചെയ്തിട്ട് വേണം തിരിച്ചു തരാനായിട്ട്. ബാക്കി വലിയ കാര്യങ്ങളൊന്നും അതിൽ എഴുതില്ലെങ്കിലും പിന്നീട് തിരിച്ച് തിങ്കളാഴ്ച ഫില്ല് 400 കോടി രൂപ ബ്രാൻഡഡ് അല്ലാത്ത മലപ്പുറത്തുനിന്നും ഇമ്പോർട്ടഡ് ആയിട്ടുള്ള ചോക്ലേറ്റ്സും വിൽക്കുന്ന ആൾക്കാരാണ് നമ്മൾ. ഒരു ബ്രാൻഡും ഇല്ലാണ്ട് അത്രയും ഭംഗിയായിട്ട് ഇവിടെ ഇരിക്കുന്നവർക്ക് അറിയാം. ഓരോ ഷോപ്പിലും ഒരു ബ്രാൻഡും ഇല്ലാണ്ട് ഏതോ ബ്രാൻഡ് ഒരു ടിന്നിലാക്കി കൊണ്ടുവച്ച് വിൽക്കുന്ന ആൾക്കാരാണ്. അപ്പൊ നമുക്ക് സാധനം വിൽക്കാനായിട്ട് തീർച്ചയായിട്ടും നല്ല വിലയ്ക്കും നല്ല സാധനം വിൽക്കാനായിട്ട് സാധിക്കും. നമുക്ക് ഈ കമ്പനി ഫോം ചെയ്യാനും ഇതിന്റെ വീക്ക്നെസ് നമുക്ക് മാനേജ് ചെയ്യാനും നല്ല പ്രൊഫഷണൽ ആയിട്ട് ഒരു ടീമിനെ നമുക്ക് വേണം. ആ ടീമാണ് നമുക്ക് ഏറ്റവും വലിയ അത്യാവശ്യം വേണ്ട ഒരു സാധ്യത. ശരിക്ക് ഡ്രൈവ് ചെയ്ത് പോകാനായിട്ട് നമ്മളെ കൊണ്ട് അല്ലെങ്കിൽ നമ്മൾ ആ രീതിയിൽ നമ്മൾ മുന്നിലായിട്ട് അറ്റൻഡ് ചെയ്യാനും പറ്റില്ല. അപ്പോൾ തീർച്ചയായിട്ടും നല്ലൊരു ടീം വേണം. ആ ടീം ഉണ്ടാക്കിയതിന് ശേഷമാണ് നമ്മളൊരു കമ്പനി ഫോർമേഷൻ കാര്യങ്ങളിലേക്ക് നമ്മൾ മാറുള്ളൂ. പിന്നെ നമ്മൾ വിചാരിച്ചാൽ നടക്കാത്ത ഒന്നും തന്നെയില്ല. കാരണം വെച്ചാൽ 1.5 കോടി രൂപയുടെ നിങ്ങൾ ആരെയും ചിന്തിച്ചിട്ടില്ല. ഗിന്നസ് റെക്കോർഡിന് നമ്മളവിടെ ഇൻവെസ്റ്റ് ചെയ്ത് 1.5 കോടി രൂപയുടെ കേക്കാണ്. 1.5 കോടി രൂപയുടെ മേലെ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള കേക്ക് മാത്രം. അതിന്റെ വണ്ടി വാടകയും വന്നിട്ടുള്ള ചെലവുകളും കാര്യങ്ങളൊക്കെ വേറെയാണ് എന്റെ വലിയ. അപ്പൊ അതൊക്കെ നമുക്ക് സാധിച്ചിട്ടുണ്ടെങ്കിൽ ഇത് തീർച്ചയായിട്ടും നമുക്ക് സാധിക്കും. നല്ല രീതിയിൽ ഇത് കൊണ്ടുപോകാനായിട്ട് നമുക്ക് സാധിക്കും. എല്ലാവരും സപ്പോർട്ടും ഒരു ഉണ്ടായാൽ മതി. അപ്പൊ ആദ്യം തന്നെ നമുക്ക് വേണോ വേണ്ടേ എന്നുള്ളത് ആദ്യം ഇവിടെ ഒന്ന് തീരുമാനിക്കണം. ഒരു അപ്രൂവൽ എല്ലാവരും പറയുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇത് വളരെ നല്ലൊരു ആശയമാണ്. പറ്റാത്തതുമല്ല. പക്ഷെ എനിക്കൊരു കാര്യം പറയാനുള്ളത്, കിരൺ പല പ്രാവശ്യം പറഞ്ഞു ഇത് ബേക്കറി അസോസിയേഷന്റെ പ്ലാറ്റ്ഫോമിൽ വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ബേക്കറി അസോസിയേഷനായിട്ട് ബന്ധമില്ല. പക്ഷെ എന്റെ ഒരു സജഷൻ, ഇതിൽ ഒരു 10% പ്രോഫിറ്റ് ബേക്കറി അസോസിയേഷന് കിട്ടുന്ന രീതിയിൽ ചെയ്യണം എന്നുള്ള എന്റെ ഒരു സജഷൻ. നല്ല കാര്യമാണ്. ഞാനിത് ഫസ്റ്റ് മീറ്റിംഗിൽ ഞാൻ സജസ്റ്റ് ചെയ്ത ഒരു കാര്യമാണ്. 10% ഒന്നും വേണ്ട, 1% കൊടുത്താൽ മതി. കാരണം വെച്ചാല് 3000 ഷോപ്പില് നമ്മളൊരു ജില്ലയിൽ 260 ഷോപ്പ് എടുത്തു കഴിഞ്ഞാല് 3000 ഷോപ്പിൽ നമ്മൾ 30,000 രൂപ. ഞാൻ ഇവിടുത്തെ കണക്കെടുത്തിരുന്നു. 15,000 മുതൽ 2 ലക്ഷം രൂപയാണ് കടയിൽ ചോക്ലേറ്റ് വിൽക്കുന്നത്. 30,000 രൂപയുടെ ചോക്ലേറ്റ് 3000 ഷോപ്പിൽ വിറ്റ് 9 കോടി രൂപ. ഒരു കൊല്ലം 106 കോടി രൂപ. ഇതിൽ നമുക്ക് ഏകദേശം പെർസെന്റേജ് പ്രോഫിറ്റ് പെർസെന്റേജ് നമ്മൾ അടുത്ത 2 ആഴ്ചകളിൽ തീരുമാനിച്ച് നമുക്ക് അതിന്റെ റേറ്റ് കിട്ടിയാൽ നമുക്ക് തീരുമാനിക്കാൻ പറ്റുള്ളൂ. എന്നാലും നല്ലൊരു മാർജിൻ ഉണ്ടാവും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അപ്പൊ തീർച്ചയായിട്ടും ഈ ഒരു മാർജിനിൽ നിങ്ങൾ 2% കൊടുത്താൽ തന്നെ വലിയൊരു എമൗണ്ട് നമുക്ക് പേയ്മെന്റ് സാധിക്കാനായിട്ട് പറ്റും. അപ്പൊ അത് നമുക്ക് തീർച്ചയായിട്ടും അത് ആലോചിക്കാവുന്നതാണ്. എല്ലാവരും അപ്രൂവൽ ഉണ്ടെങ്കിൽ നമുക്ക് അത് ക്യാഷ് ആയിട്ട് കൊടുക്കാൻ ബുദ്ധിമുട്ടുണ്ടാവും. അല്ലെങ്കിൽ കമ്മീഷനായിട്ടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സംവിധാനമായിട്ട് നമുക്ക് അതിന് സംസാരിക്കാം. എല്ലാവരും ബോർഡിൽ അപ്രൂവൽ ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്യാനും പറ്റുന്ന കാര്യങ്ങളാണ്. ഇതൊക്കെ നമ്മൾ പ്രപ്പോസൽ ആക്കി വെച്ചിട്ടുള്ളതാണ്. നല്ലൊരു ആശയമാണ് പറഞ്ഞത്. വളരെ നല്ല കാര്യം. കാരണം വെച്ചാൽ ബേക്കിന് നമുക്ക് നല്ലൊരു രീതിയിൽ എത്തിക്കണമെങ്കിൽ നമുക്ക് ഫണ്ട് കാര്യങ്ങൾ വേണം, ഒരു സ്ഥാനം വേണം, ഒരു ആസ്ഥാനം വേണം. അപ്പൊ അതൊക്കെ നല്ല രീതിയിൽ എത്തിക്കാനായിട്ട് നമുക്ക് സാധിക്കും. എല്ലാവരും ഒപ്പം ഉണ്ടാവണം. ഒരുമിച്ച് നിന്ന് വർക്ക് ചെയ്താൽ ഇതിനകത്ത് വലിയ ഹൈദരാബാദിലൊരു ബേക്കറി അസോസിയേഷൻ ഉണ്ട്.
അവരെ എൻ്റെ അറിവില് അവരെല്ലാ ഇൻഗ്രീഡിയൻസും അസോസിയേഷൻ ത്രൂവാണ് എടുക്കുന്നത്. നമുക്ക് കിട്ടുന്നതിനേക്കാൾ 40% കുറച്ചിട്ടാണ് ഞാൻ ഒരു പ്രാവശ്യം അവർക്ക് സംസാരിച്ചിരുന്നു. 40% കുറച്ചിട്ടാണ് അവർക്ക് പ്രോഡക്ട്സ് മുഴുവൻ. മിഡിൽമാൻ ഇല്ല, ഡയറക്റ്റ് അവർ സ്റ്റോർ ചെയ്യുന്നു. അവർക്ക് ഡയറക്റ്റ് അവർ വേറെ ബ്രാൻഡിലല്ല, സെയിം ബ്രാൻഡില് അതായത് കമ്പനിയിൽ അവർ ബാർഗൈനിങ് എടുക്കാണ്. അപ്പൊ അത്രയും നല്ല രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നമുക്ക് അതിന് വേണ്ടി സെറ്റപ്പും ഓഫീസ് ബാക്കപ്പും കാര്യങ്ങളുണ്ടെങ്കിൽ നമുക്ക് 100 കാര്യങ്ങൾ വേറെ ചെയ്യാനുണ്ട്. അപ്പൊ ആദ്യം ഒരു സ്റ്റാർട്ടിംഗ് ഒന്ന് നൽകാൻ ഈസി ആയിട്ടൊരു എൻട്രിയാണ് ചോക്ലേറ്റ്സിനെ കണ്ടത്. അപ്പൊ അതിന് നമുക്ക് നല്ല രീതിയിൽ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ എനിക്ക് വേണ്ടത് ആദ്യം നിങ്ങളെല്ലാവരും ഒന്ന് അപ്രൂവ് ചെയ്യുകയാണെങ്കിൽ ഒന്ന് ഏറ്റവും കൈയടിച്ചു കഴിഞ്ഞാൽ നമ്മളിങ്ങനെ അടുത്തൊരു മീറ്റിംഗ് വിളിച്ചു കഴിഞ്ഞാല് നമുക്ക് എൻ്റെ ഒരു പേഴ്സണൽ ഒരു അഭിപ്രായമാണ്. ഞാനിവിടെ സ്റ്റേറ്റ് കമ്മിറ്റിയിലൊന്നും പറഞ്ഞിട്ടില്ല, എക്സിക്യൂട്ടീവിലൊന്നും പറഞ്ഞിട്ടില്ല. ഓരോ സ്റ്റേറ്റ് കമ്മിറ്റി മീറ്റിങ്ങും ഓരോ ജില്ലയിൽ നടത്തണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ചങ്ങല ഓരോ സ്റ്റേറ്റ് കമ്മിറ്റി മീറ്റിങ്ങും 2 മാസം കൂടുമ്പോൾ ഓരോ ജില്ലയിലും മാറി മാറി നടത്താനാണ് താല്പര്യം. എൻ്റെ പേഴ്സണൽ അഭിപ്രായം. നമുക്കത് ഫോളോ അപ്പ് ചെയ്യാം. കാരണം വെച്ചാൽ എല്ലാ പ്രാവശ്യം കാസർഗോഡ് തിരുവനന്തപുരത്തെ അർത്ഥത്തിൽ തന്നെ പറയാം. ഒരു പ്രാവശ്യം നമുക്ക് ആ ബുദ്ധിമുട്ടൊന്ന് മനസ്സിലാക്കിയത് നല്ലതാണ്. നമുക്ക് ഇവിടെ നിന്ന് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ അത് തീർച്ചയായിട്ടും ഒരു നിയോജക മണ്ഡലത്തിൽ 50 മുതൽ 60 വരെ മെമ്പർമാരെ ചേർക്കാറുണ്ട്. കാസർഗോഡൊക്കെ ക്ലിയർ ആയില്ലേ? അല്ലെങ്കിൽ ഒരു 40 മെമ്പർമാരെ ഞങ്ങളോട് ഉണ്ടാക്കുകയായിരിക്കും. ഒരാളെ നിർബന്ധിക്കാൻ മെമ്പർഷിപ്പ് എടുക്കാനായിട്ട് ഒരാളെ നിർബന്ധിക്കരുത്. ഇഷ്ടമുള്ളവർ മാത്രം എടുക്കുക. അത് കഴിഞ്ഞാല് മറ്റുള്ളവർ മാത്രം എടുക്കുക. മറ്റൊരാൾ നിർബന്ധിച്ചിരിപ്പിക്കുക മെമ്പർഷിപ്പ്.